الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. 31ാമത്തെ പേജ് അല്ലേ? ويقال أيضا إذا كان الأولون لم يكفروا إلا لأنهم جمعوا بين الشرك وتكذيب الرسول صلى الله عليه وسلم والقرآن وإنكار البعث وغير ذلك فما معنى الباب الذي ذكر العلماء في كل مذهب باب حكم المرتد. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത് മുശ്രിക്കുകളായ ആളുകളുടെ ഒരു സംശയമാണ്. എന്താണ്? ഖുർആൻ ഇറങ്ങിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നത് അംഗീകരിക്കാത്ത, അതിനെ നിഷേധിക്കുന്ന, അതുപോലെ തന്നെ ഖുർആനും പുനരുദ്ധാനവും ഒക്കെ നിഷേധിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ്. ഞങ്ങളതൊക്കെ അംഗീകരിക്കുന്നവരാണ്, പിന്നെ എങ്ങനെ ഞങ്ങൾ മുശ്രിക്കാണെന്ന് നിങ്ങൾ പറയും എന്നതാണ്. അപ്പോൾ അതിന് മറുപടി എന്താ പറഞ്ഞത്? ഒരുപാട് മറുപടികൾ പറഞ്ഞു. ഫാത്തിമിയാക്കളുടെ ദിവസം അലി റളിയല്ലാഹു അൻഹു അലിയെ പുകഴ്ത്തിയ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പദവിയിലേക്ക് ഉയർത്തിയ ആളുകളോട് യുദ്ധം ചെയ്ത വിഷയം, പിന്നെ അതുപോലെ തന്നെ വേറെ ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞു. അവരൊക്കെ എന്താണ്, ഒരുപാട് വിഷയങ്ങൾ നിശ്ചയിച്ചുകൊണ്ടല്ല, ഒരു വിഷയം നിശ്ചയിച്ചതുകൊണ്ട് തന്നെ എന്തായി തീർന്നു? കാഫിറുകളായി തീർന്നു. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചവരും സഹാബികളെ നിന്ന് പഠിച്ചവരും അങ്ങനെ മുസ്ലിങ്ങളോടൊപ്പം ജീവിച്ചവരും അവരോടൊപ്പം അപ്പൊ ഒരാൾ കാഫറാകാൻ എല്ലാ വിഷയവും നിഷേധിക്കണമെന്നില്ല. എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും ഒരു വിഷയം നിഷേധിച്ചാൽ തന്നെ അവൻ എന്താവും? കാഫറാവും. അപ്പോ ഇവര് നിഷേധിച്ചത് എന്താണ്? ബാക്കിയൊക്കെ അവർ അംഗീകരിക്കുന്നു. ഏറ്റവും അടിസ്ഥാനപരമായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന വിഷയമാണ് ആരാ നിഷേധിച്ചത്? ഇന്നത്തെ മുസ്ലിക്കുകൾ നിഷേധിക്കുന്നത്. അപ്പൊ അതിൽ വേറെ കൂടുതൽ സംഗതി ആവശ്യമല്ല. അതുകൊണ്ട് തന്നെ അവരെന്തായി മാറി? മുസ്ലിക്കുകളായി മാറി, കാഫറുകളായി മാറി എന്നതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അതിനിങ്ങനെ ഓരോരോ കാര്യങ്ങൾ അവർക്ക് മറുപടിയായി പറയാം എന്ന് പറഞ്ഞിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഫാത്തിമിയാക്കളതും അലി റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്ത ആളുകളും അതുപോലെ തന്നെ മുസൈലിമന്റെ ആളുകളും പിന്നെ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ആ കൂട്ടത്തിൽ ഒന്നുകൂടി വയുഖാലു അയ്ളൻ, വീണ്ടും പറയാം, അല്ലെങ്കിൽ അവരോട് പറയപ്പെടാവുന്നതാണ്. ഇദാ കാനൽ അവ്വലൂന ലം യക്ഫുറൂ ഇല്ലാ ലിഅന്നഹും ജമഊ ബൈന അശ്ശിർകി വതക്ദീബി റസൂലി വൽ ഖുർആനി വഇൻകാരിൽ ബഅസി വഗൈരി ദാലിക്. ഇതിപ്പോ മുശ്രിക്കുകളുടെ വാദം ഇവിടെ എടുത്തു പറയാൻ. ഇദാ കാന ആണെങ്കിൽ, അൽ അവ്വലൂന, അവ്വലൂൻ ആദ്യത്തവർ, പൂർവികർ. ഇദാ കാനൽ അവ്വലൂന ലം യക്ഫുറു, പൂർവികർ ലം യക്ഫുറു അവർ കാഫിറുകളായിട്ടില്ല. ഇല്ലാ ലി അന്നഹും അവരാണ് എന്നതുകൊണ്ടല്ലാതെ, ജമഊ അവർ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു, ബൈന ശിർക്കി ശിർക്കിന്റെ ഇടയിലും, അതായത് അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുക എന്ന വിഷയവും, വ തക്ദീബിർ റസൂൽ പ്രവാചകനെ കളവാക്കലും, വൽ ഖുർആൻ ഖുർആനിനെ കളവാക്കലും, വ ഇൻകാരിൽ ബഅസി പുനരുദ്ധാരത്തെ നിഷേധിക്കലും, ഇൻകാർ നിഷേധിക്കുക, വ ഗൈരി ദാലിക് അതല്ലാത്ത സംഗതികളും. ഇതെല്ലാം കൂടി ഒരുമിച്ചു കൂട്ടി എന്നതുകൊണ്ടല്ലാതെ മറ്റൊരു കാര്യം കൊണ്ടും അവരെന്തായിട്ടില്ല? കാഫിറുകളായിട്ടില്ല. ഇത് മറുപടിയല്ല, ഇതുപോലെ വാദം പറയാൻ. ഈ സംശയം അള്ളാഹു നിശ്ചയിച്ചു,
അല്ലെങ്കിൽ അള്ളാഹിനെ മാത്രം ആരാധിക്കുന്നത് നിശ്ചയിച്ചു, പ്രവാചകനെ നിശ്ചയിച്ചു, ഖുർആൻ നിശ്ചയിച്ചു, ബഅത്ത് നിശ്ചയിച്ചു. ഇതൊക്കെ നിശ്ചയിച്ച ആളുകളെ കുറിച്ചാണ് മുശ്രിക്കുകൾ എന്ന് ഖുർആൻ പറഞ്ഞത്. ഞങ്ങളതൊന്നും ചെയ്യില്ല, ഞങ്ങളിതൊക്കെ അംഗീകരിക്കുന്ന ആളുകളാണ്. അപ്പൊ ആ വാദം അവിടെ പറയാൻ, പൂർവികന്മാരായ ആളുകൾ ലം യക്ഫുറു, അവർ കാഫറുകളായിട്ടില്ല, ഇല്ലാലി അന്നഹും, അവരാണ് എന്നതുകൊണ്ടല്ലാതെ. എന്ത്? ജമാഉ ബൈന ശിർക്കി വ തക്ദീബി റസൂലി വൽ ഖുർആനി വ ഇൻകാരിൽ ബഅദി വ ഗൈരി ദാലിക്. ഇവിടെ 4 കാര്യം പറഞ്ഞു. ഷിർക്ക്, പ്രവാചകനെ കളവാക്കുക, ഖുർആനെ കളവാക്കുക, പുനരുദ്ധാരത്തെ ചെയ്യിക്കുക, ഇനി അതല്ലാത്ത സംഗതികൾ, ഇതൊക്കെ കൂടി ചെയ്തു എന്നതുകൊണ്ടല്ലാതെ മറ്റൊരു കാര്യം കൊണ്ടും അവരെന്തായിട്ടില്ല, കാഫറായിട്ടില്ല. അപ്പൊ പൂർവികർ കാഫറായത് ഇതൊക്കെ കൂടി ചെയ്തത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ മഅനൽ ബാബില്ലദി, ആ വാദത്തിന് മറുപടി അലി പറയണത്, ഈ വാദം ഇതാണ് വാദമെങ്കിൽ ഫമാ മഅന, പിന്നെന്താണ് അർത്ഥം? അൽ ബാബി, ഈ അധ്യായത്തിന്റെ, അല്ലദി, ഏതധ്യായം? ദക്കറൽ ഉലമാഉ, പണ്ഡിതന്മാർ പറഞ്ഞ അധ്യായത്തിന്റെ അർത്ഥം എന്താണ്? ഫീ കുല്ലി മദ്ഹബിൻ, എല്ലാ മദ്ഹബിലും, അതായത് ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി, ഇങ്ങനെ എല്ലാ മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളിലും പിന്നെ പറയപ്പെട്ടിട്ടുള്ള അധ്യായത്തിന്റെ അർത്ഥം എന്താണ്? ആ അധ്യായത്തിന് എന്തർത്ഥമാണുള്ളത്? ഏതധ്യായം? ബാബു ഹുക്മിൽ മുർത്തദ്ദി, മുർത്തദ്ദായവന്റെ വിധിയെ സംബന്ധിച്ച് പറയുന്ന അധ്യായം. അപ്പോ എല്ലാ മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളിലും ഇങ്ങനെ ഒരു അധ്യായമുണ്ട്. എന്താണ്? ഹുക്മുൽ മുർത്തദ്, മുർത്തദ്ദായവന്റെ വിധി എന്താണ്, അതിനെക്കുറിച്ച് പറയുന്ന വിധി. ആരാണ് മുർത്തദ് എന്നാൽ? വഹുവ, അവൻ, അൽ മുസ്ലിമു, മുസ്ലിമാണ്. അല്ലദി, എങ്ങനെയുള്ള മുസ്ലിം? യക്ഫുറു, അവൻ കാഫറായി തീരുന്നു, ബഅദ ഇസ്ലാമിഹി, അവൻ മുസ്ലിം ആയതിനു ശേഷം. ഇപ്പോ നേരത്തെ കാഫറല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചു, മുഹമ്മദ് റസൂൽ അംഗീകരിച്ചു, ഖുർആൻ അംഗീകരിച്ചു, ബഅത്ത് അംഗീകരിച്ചു, എല്ലാം അംഗീകരിച്ചു. അംഗീകരിച്ചതിന് ശേഷം അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു. ഓനാണ് എന്ത് പറയാ? മുർത്തദ് എന്ന് പറയാം. മതത്തിൽ നിന്ന് പുറത്തു പോയവൻ, മതപരിത്യാഗം ചെയ്തവൻ, അതാണ് മുർത്തദ്. മറ്റത് കാഫർ എന്നും കാഫർ തന്നെ, മുശ്രിക്കൊന്നും മുശ്രിക്കാണ്. ഓനൊരിക്കലും ഇസ്ലാമിലേക്ക് വന്നില്ല. ഇവൻ ഇസ്ലാമിലേക്ക് വന്നതൊക്കെ അംഗീകരിച്ചു. അപ്പോ അംഗീകരിച്ച ഒരാള് ബലവാദനുസരിച്ച് ഞങ്ങളിതൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്, പിന്നെ ഞങ്ങൾ എങ്ങനെ കാഫറാവും? അപ്പൊ അതിന് മറുപടി, മുർത്തദ് എന്നൊരു അധ്യായം എല്ലാ മദ്ഹബിന്റെ കിതാബിലുണ്ട്. ആ അധ്യായം എന്തിനാ കൊടുത്തത്? മുസ്ലിമായ ഒരുത്തൻ പിന്നൊരിക്കലും കാഫറാവില്ലെങ്കിൽ പിന്നെ എന്തിന്റെ ആവശ്യമില്ല, ഇങ്ങനെ അധ്യായത്തിന്റെ ആവശ്യമല്ല. നിങ്ങളിതൊക്കെ അംഗീകരിച്ചിട്ടാവാം, പക്ഷെ അംഗീകരിച്ച് എന്ത് ചെയ്തു? അതിനെതിരിൽ ചെയ്തു. അപ്പൊ അതിന് എല്ലാം അംഗീകരിച്ച് എല്ലാം നിഷേധിക്കുന്നില്ല, ഏതെങ്കിലും ഒന്ന് നിഷേധിച്ചാൽ എന്തായി? കാഫറായി. ബൽ ഒരുപാട് സംഗതികൾ എല്ലാം അംഗീകരിച്ചു, അങ്ങനെ മുസ്ലിങ്ങളായി. അതിനുശേഷം എന്ത് ചെയ്തു? ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. അപ്പൊ അങ്ങനെ അധ്യായം ഈ മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളിൽ കൊടുത്തതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ പറയുന്ന വാദനുസരിച്ചാണെങ്കിൽ ഇവരിതൊക്കെ അംഗീകരിച്ചവരാണല്ലോ. അപ്പൊ മുർത്തദ് എന്ന് പറഞ്ഞ സാധനം തന്നെ ഉണ്ടാവില്ല. മാത്രമല്ല, തുമ്മ ദക്കറു, ഈ അധ്യായത്തിൽ ദക്കറു, ആര്? ആ മദ്ഹബിന്റെ പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഗ്രന്ഥമെഴുതിയ ആളുകൾ പറഞ്ഞു, അൻവാഅൻ കതീറത്തൻ, ഒരുപാട് ഇനങ്ങളെ കുറിച്ച്. ആ ഇനെന്താ? കാഫറാകുന്ന ഇനങ്ങൾ. എന്തൊക്കെ സംഗതികൾ ചെയ്താൽ മുസ്ലിമായ ഒരുത്തൻ കാഫറാകും. കുല്ലു നൗഇൻ മിൻഹ, അതിലുള്ള ഓരോ ഇനവും യുകഫിറു, ആ ഇനം എന്ത് ചെയ്യുന്നു? കാഫറാക്കുന്നു. എന്നാൽ ആ ഇനം ചെയ്തവനെ അതെന്ത് ചെയ്യുന്നു? കാഫറാക്കുന്നു. വയുഹില്ലു, ആ ഇനം ആര് ചെയ്തുവോ അല്ലെങ്കിൽ ആര് പറഞ്ഞുവോ ആ ഇനം അനുവദനീയമാക്കുന്നു. ദമർ റജുലി, അത് പറഞ്ഞവന്റെ രക്തത്തെയും വമാലഹു, അവന്റെ സ്വത്തിനെയും. എന്നാ ഓനെ കൊല്ലാം, ഓനോട് യുദ്ധം ചെയ്യാം. കാരണം എന്താ? ഓ മുർത്തദ്ദായി. അപ്പൊ പറഞ്ഞ എന്താ? ഇങ്ങനെ ഒരു അധ്യായം കൊടുത്തു. മാത്രമല്ല, തുമ്മ ദക്കറു അൻവാൻ കതീറ, എന്തൊക്കെ സംഗതികൾ കൊണ്ട് ഒരാൾ മുർത്തദ്ദാകും അതിന്റെ കുറെ ഇനങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഇന്ന വിഷയം അതുകൊണ്ട് ഒരുത്തൻ കാഫറാവും, ഇന്ന വിഷയം അല്ല മുർത്തദ്ദാവും, അതുകൊണ്ട് ഒരുത്തൻ മുർത്തദ്ദാവും, അടുത്തത് അതുകൊണ്ട് ഒരുത്തൻ മുർത്തദ്ദാവും. അപ്പോ കുറെ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കൂടി ചെയ്താലേ ഒരുത്തൻ കാഫറാവും എന്നല്ല. പിന്നെന്താ? കുല്ലു നൗഇൻ മിൻഹ, ഇപ്പൊ കുറെ സംഗതി പറഞ്ഞിട്ട് ആ പറഞ്ഞ സംഗതികളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇനം, ഒരു 10 എണ്ണം പറഞ്ഞു വയ്ക്കുക, 10 സംഗതി വിശദീകരിച്ചു. ഇതുകൊണ്ടൊക്കെ എന്തായി തീരും? ഒരു മുസ്ലിം മുർത്തദ്ദാവും. അപ്പൊ ഇതൊക്കെ കൂടി ചെയ്യണമെന്നല്ല. പിന്നെന്താ? കുല്ലു നൗഇൻ മിൻഹ, ആ ഇനങ്ങളിൽപ്പെട്ട ഓരോ ഇനവും യുകഫിറു, കാഫറാക്കുന്നു. എന്നാൽ ആ ഇനം ആര് ചെയ്തുവോ അവനെ എന്ത് ചെയ്യുന്നു? ആ പ്രവൃത്തി കാഫറാക്കുന്നവ. യുകഫിർ എന്ന ആ വിശദീകരിച്ച വിഷയം എന്താണോ ആ വിഷയം അവനെ കാഫറാക്കുന്നു. വയുഹില്ലു ദമർ റജുലി വമാലഹു, അത് ചെയ്തവന്റെ രക്തത്തെയും ധനത്തെയും അത് അനുവദനീയമാക്കുകയും ചെയ്യുന്നു.
പറഞ്ഞു മനസ്സിലായോ? ബലവാദം എന്താ? ഞങ്ങളിതൊക്കെ അംഗീകരിക്കുന്നുണ്ട്, ഖുർആൻ കാഫറാണ് മുശ്രിക്കാണെന്ന് പറഞ്ഞത് ഇതെല്ലാം കൂടി നിശ്ചയിച്ച ആൾക്കാരെ കുറിച്ചാണ്, ഞങ്ങളൊന്നും ചെയ്യും, ഞങ്ങളതൊക്കെ അംഗീകരിക്കുന്നവരാണ്. അപ്പോ ശേഖരനെ പറഞ്ഞ എന്താ, എല്ലാം നിശ്ചയിച്ചോളന്നില്ല, ഒന്ന് നിശ്ചയിച്ചാൽ തന്നെ എന്തായി? കാഫറായി. ഇനി മുസ്ലിമായ ഒരുത്തൻ പിന്നൊരിക്കലും ഇസ്ലാമിന് പുറത്തു പോവുകയില്ല എങ്കിൽ മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളിലൊന്നും ബാബു ഹുക്കുമിൽ മുർത്തദ്ദി എന്നൊരു അധ്യായം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ആ ആള് മുസ്ലിമായ ഒരുത്തൻ കാഫറായി പോകുന്നത് കുറെ കാര്യം നിശ്ചയിച്ചുകൊണ്ടല്ല, കാഫറാകാനുള്ള കുറെ കാരണങ്ങളുണ്ട്, അതിലേതെങ്കിലും ഒന്ന് ചെയ്താൽ തന്നെ അവരെന്തായി പോവും? ഇസ്ലാം പുറത്തു മുർത്തദ്ദാവും. അപ്പൊ നിങ്ങളും ഒരു സംഗതി നിശ്ചയിച്ചാൽ തന്നെ എന്തായി? മുർത്തദ്ദായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇസ്ലാം പുറത്തു പോയിട്ടുണ്ട്, മുശ്രിക്കായിട്ടുണ്ട്, കാഫറായിട്ടുണ്ട്. അതേതാ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അല്ലാത്തൊരു വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഹത്ത അന്നഹും ദക്കറു, ഹത്ത ഏതുവരെ? അന്നഹും ആ പണ്ഡിതന്മാർ ദക്കറു പറഞ്ഞു, അശ്യാ യസീറ, ചെറിയ ചെറിയ കാര്യങ്ങൾ, നിസ്സാരമായ ചില കാര്യങ്ങൾ, ഇൻദമൻ ഫഅലഹ, അശ്യാ യസീറ ഇൻദമൻ ഫഅലഹ, ആ കാര്യങ്ങൾ പ്രവർത്തിച്ചവന്റെ അടുക്കൽ നിസ്സാരമായ സംഗതികൾ. ഇസ്ലാമിൽ അത് ഗൗരവപ്പെട്ടതാണ്. ചെയ്തവനെ സംബന്ധിച്ചിടത്തോളം അതിപ്പോ അതിനകത്തൊന്നുമില്ല, വളരെ നിസ്സാരല്ലേ എന്ന് തോന്നും. അപ്പൊ ചെയ്ത ആളുടെ അടുക്കലാണ് അശ്യാ യസീറ, ലളിതമായ ചില കാര്യങ്ങൾ. ആരുടെ അടുക്കൽ? ഇൻദമൻ ഫഅലഹ, ആ കാര്യങ്ങൾ പ്രവർത്തിച്ചവന്റെ അടുക്കൽ നിസ്സാരമായ ചില സംഗതികൾ. അത്തരം വിഷയങ്ങളെ കുറിച്ചും വരെ ആര് പറഞ്ഞിട്ടുണ്ട്? ഈ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്? കാഫറാകുന്ന മുർത്തദ്ദാകുന്ന ഇനങ്ങളായി കൊണ്ട്. ഏതുപോലെ? മിസ്ലു കലിമത്തിൻ യദ്കുറുഹാ ബിലിസാനിഹി ദൂന ഖൽബിഹി ഔ കലിമത്തിൻ യദ്കുറുഹാ അലി വല്ലഇബി. ഏതുപോലെ? മിസ്ല കലിമത്തിൻ, ഒരു വാക്ക് പോലെ. അവിടെ നിങ്ങളെ ബുക്കിലുള്ള മിസ്ലു എന്നുള്ളത് അവിടെ മിസ്ല എന്നാക്കണം. തന്നഹും ദക്കറൂ അശ്യാ യസീറ ഇൻദമൻ ഫഅലഹ മിസ്ല. ഏതുപോലെ? മിസ്ല കലിമത്തിൻ, ഒരു വാക്ക്, ഒരു കലിമത്ത് പോലെ. യദ്കുറുഹ, ആ വാക്ക് അവൻ പറയുന്നു, ബിലിസാനിഹി, അവന്റെ നാവ് കൊണ്ട്, ദൂന കൽബിഹി, ഹൃദയം കൊണ്ടല്ലാതെ. എന്നാ മനസ്സിലെത്തി പറഞ്ഞല്ല, വെറുതെ നാവുകൊണ്ട് പറഞ്ഞിട്ടല്ലോ, മനസ്സിൽ ഉറപ്പിച്ച് പറഞ്ഞതല്ല, നാവുകൊണ്ട് വെറുതെ പറഞ്ഞു. ഔ കലിമത്തിൻ, അല്ലെങ്കിൽ ഒരു വാക്ക് അവൻ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു വാക്ക് പോലെ. യദ്കുറുഹ, ആ വാക്ക് അവൻ പറയുന്നു, അലാ വജിഹി, വജിഹ് എന്ന് പറഞ്ഞാൽ രീതി എന്നർത്ഥം. അലാ വജിഹിൽ മസ്ഹി, മസ്ഹ് എന്ന് പറഞ്ഞാൽ തമാശ. വല്ലഇബി, കളി. വെറുതെ കളിയായോ തമാശയായോ ഒരുത്തൻ പറഞ്ഞാൽ അലാ വജിഹിൽ മസ്ഹി വല്ലഇബി, കളിയുടെയും തമാശയുടെയും വജിഹിൽ എന്ന രീതിയിൽ, രൂപത്തിൽ പറഞ്ഞ ഒരു കലിമത്ത് കൊണ്ട്, ഇല്ലാതെ നാവ് കൊണ്ട് പറഞ്ഞ ഒരു കലിമത്ത് പോലെ, അത്തരം കലിമത്തുകൾ കൊണ്ട് പോലും ഒരുത്തൻ എന്തായി തീരും? കാഫറായി മുർത്തദ്ദായി തീരും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരുത്തൻ പറയാൻ കാരണം എന്താ? ഇത് വളരെ നിസ്സാരാണ് എന്നാണ് പറയുന്നവന്റെ അല്ലെങ്കിൽ ചെയ്യുന്നവന്റെ വിചാരം. അതുപോലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ബാബുബൽ കൊടുത്തത് എന്തിനാണ്? അപ്പൊ ഇന്നും എന്ത് മനസ്സിലാക്കാം? നിസ്സാരമായ ഒരു സംഗതി ചെയ്യുന്നവനെ നിസ്സാരമായിരിക്കാം, പക്ഷെ ഇസ്ലാമിന്റെ വിഷയത്തിൽ അത് ഗൗരവമാണ്. അത്തരം ഒരൊറ്റ വാക്കുകൊണ്ട് തന്നെ ഒരുത്തരം എന്തായി പോകും? ഇസ്ലാം നിർത്തതായി പോകും. നിങ്ങൾ അതിലും വലിയതാണ് ചെയ്ത് നടത്തും. വാക്ക് തന്നെ അപ്പൊ ഒരുത്തം തമാശക്ക് എന്ത് മാധവോ എന്ത് പഠിച്ചെന്ന് വിചാരിക്കാം, അത് തമാശക്ക് വരണാണ്. അതെന്താ? ويقال أيضا الذين قال الله فيهم يحلفون بالله ما قالوا ولقد قالوا كلمة الكفر وكفروا بعد إسلامهم أما سمعت أن الله كفرهم بكلمة مع كونهم في زمن رسول الله صلى الله عليه وسلم يجاهدون معه ويصلون معه ويزكون ويحجون ويوحدون ويقال أيضا ഇതും പറയപ്പെടാവുന്നതാണ്. യുഖാലു പറയപ്പെടും, ഐളൻ വീണ്ടും, യുഖാലു ഐളൻ ഇതും കൂടി പറയാം. അല്ലദീന ഖാലല്ലാഹു ഫീഹിം, അല്ലദീന ഒരു കൂട്ടർ, ഖാലല്ലാഹു ഫീഹിം അല്ലാഹു അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എന്താണത്? യഹ്ലിഫൂന ബില്ലാഹി മാ ഖാലു വലഖദ് ഖാലു കലിമത്തൽ കുഫ്രി വകഫറു ബഅദ ഇസ്ലാമിഹിം. യഹ്ലിഫൂന ബില്ലാഹ്, ഹലഫ യഹ്ലിഫു എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യുക. യഹ്ലിഫൂന ബില്ലാഹി
അവർ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യുന്നു. എന്താ സത്യം ചെയ്ത് പറയുന്നത്? മാ ഖാലു, അവർ പറഞ്ഞിട്ടില്ല എന്ന്. അപ്പൊ ഒരു കൂട്ടം ആളുകളെ കുറിച്ച് പറയാണ്. യഹ്ലിഫൂന, അവർ സത്യം ചെയ്ത് പറയുന്നു. ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട് അവർ സത്യം ചെയ്ത് പറയുന്നു. എന്താ സത്യം ചെയ്ത് പറയുന്ന കാര്യം? മാ ഖാലു, അവർ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് അവർ സത്യം ചെയ്ത് പറയുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ വലഖദ് ഖാലു, അവർ പറഞ്ഞിട്ടുണ്ട്. വലഖദ്, തീർച്ചയായും, ഖാലു, അവർ പറഞ്ഞിട്ടുണ്ട്. കലിമത്തൽ കുഫ്രി, കുഫ്റിന്റെ വാചകം. വകഫറു, അവർ അവിശ്വാസികളാവുകയും ചെയ്തിരിക്കുന്നു. ബഅദ ഇസ്ലാമിഹിം, അവരുടെ ഇസ്ലാമിന് ശേഷം. എന്നാൽ അവർ മുസ്ലിങ്ങളായതിനു ശേഷം അവർ കാഫിറാവുകയും ചെയ്തു. യഹ്ലിഫൂന ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട് അവർ സത്യം ചെയ്തു പറയുന്നു. എന്താ സത്യം ചെയ്ത് പറയുന്നത്? മാ ഖാലു, അവർ പറഞ്ഞിട്ടില്ല എന്ന്. എന്നാ അള്ളാഹ് പറയാണ് വലഖദ്, തീർച്ചയായും, ഖാലു, അവർ പറഞ്ഞിട്ടുണ്ട്. കലിമത്തൽ കുഫ്രി, കുഫറിന്റെ വാചകം. അപ്പോ ഈ ആളുകൾ പറയുന്നു ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ അള്ളാഹ് പറയാണ് കാഫറാകുന്ന വാക്ക് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർ നിഷേധിക്കുന്നു, അള്ളാഹ് ഉണ്ടെന്ന് പറയുന്നു. ആ വാക്കുകൊണ്ട്, അവരില്ലെന്ന് പറയുന്ന, അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന ആ വാക്കുകൊണ്ട് കഫറൂ ബഅദ ഇസ്ലാമിഹിം, അവർ ഇസ്ലാമിയായതിനു ശേഷം കാഫറായി തീർന്നിരിക്കുന്നു. സൂറത്ത് തൗബ 74-ാമത്തെ ആയത്ത്. അപ്പൊ ഇവിടെ എന്താന്ന് ഇവിടെ വിഷയം പറഞ്ഞിട്ടില്ല. ഇത് സൂറത്ത് തൗബന്റെ ഈ ആയത്തിന്റെ വിശദീകരണങ്ങൾ വെച്ചിട്ട് നോക്കി അറിയാം ആരെക്കുറിച്ചാണെന്നുള്ളതിനെ കുറിച്ച് പല റിവായത്തുകളുണ്ട്. അതിൽ ചിലത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മരത്തിന്റെ ചോട്ടിലിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു നീലക്കണ്ണം ഉള്ള ഒരുത്തൻ വരും, വന്നാൽ നിങ്ങൾ അവരോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുത്തൻ വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവനോട് ചോദിച്ചു, ഇതിനെ കുറിച്ച് ആക്ഷേപിച്ച് പറയുന്നത്. അപ്പോൾ പറയാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. പക്ഷെ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? നബിയെ കുറിച്ച് ആക്ഷേപിച്ച്, പിന്നെ നമ്മള് നായനെ പോറ്റിയതായി കടിക്കാറില്ലേ, പോറ്റിയതായി നമ്മൾ തന്നെ കടിക്കാൻ, അതേപോലുള്ള വാക്കാണ് ആരെ കുറിച്ച് പറഞ്ഞത്? മുഹമ്മദ് നബിനെ കുറിച്ച് ഇയാൾ പറഞ്ഞത്. അതായത് ഇയാളെ മക്കത്ത് നിന്ന് മദീനത്ത് വന്നു, ഇവിടെ നമ്മൾ പോറ്റി സംരക്ഷണം കൊടുത്ത് പോറ്റി വളർത്തി, ഇപ്പൊ നമ്മളെ തന്നെ കടിക്കാൻ തുടങ്ങി എന്നുള്ള അർത്ഥത്തിൽ നബിയെ കുറിച്ച് ആക്ഷേപിച്ച് പറഞ്ഞു. അപ്പൊ ആ ആക്ഷേപിച്ച് പറഞ്ഞ വാക്കിനെ കുറിച്ചാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശം. ഒരു സംഭവം അത്. മറ്റൊന്ന് വേറെ ചില രൂപത്തിലുള്ളത്, മറ്റേ കപടവിശ്വാസികളുടെ നേതാവുണ്ടല്ലോ, അബ്ദുല്ലാഹിബിന് ഉബയ്യിബിന് സലൂൽ. അപ്പോ അബ്ദുല്ലാഹിബിൻ ഉബയ്യ് സലൂല് ഇതേപോലെ മുഹമ്മദ് അങ്ങാൻ തിരിച്ചെത്തിയാൽ ഞങ്ങൾ അവനെ മദീനയിൽ നിന്ന് പുറത്താക്കും എന്ന് പറഞ്ഞ സൂറത്ത് മുനാഫിഖുൽ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. അപ്പോ അതുപോലെ തന്നെ വേറെ ചില ആളുകളെ കുറിച്ചും, അങ്ങനെ പല ആളുകളെ കുറിച്ചും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ തഫ്സീറുകളിൽ കാണാം. ഇത് നബിയെ ആക്ഷേപിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ. അപ്പൊ അതെന്താ? ഒരു പരിഹസിച്ച് പറഞ്ഞതാണ്, ആക്ഷേപിച്ച് പറഞ്ഞതാണ്, അല്ലെങ്കിൽ പറഞ്ഞ കാര്യമായി ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നവർ നിഷേധിക്കുന്നു. പക്ഷെ ആ പറഞ്ഞ ഒരു വാക്കുകൊണ്ട്, ഇപ്പം നായനെപ്പോരി നായ നമ്മളെ കടിച്ചു എന്ന രീതിയിൽ നബി നമ്മൾ ഓറ്റുണ്ടാക്കി നമ്മളെ തന്നെ തിരിഞ്ഞു കുത്താൻ തുടങ്ങി എന്ന് പറഞ്ഞ വാക്കിനെ കുറിച്ചാണ് ഇവിടെ ഖാലു കലിമത്തൽ കുഫ്രി. ഓലിപ്പോ അള്ളാഹ് നിശ്ചയിച്ചിട്ടില്ല, പരലോകത്തെ നിശ്ചയിച്ചിട്ടില്ല, ഖുർആൻ നിശ്ചയിച്ചിട്ടില്ല, ഒന്നും ചെയ്തില്ല. പക്ഷെ നബിയെ ആക്ഷേപിച്ചു പറഞ്ഞു. ആ ആക്ഷേപിച്ച് പറഞ്ഞ അവിടെ കലിമത്തൽ കുഫർ, അത് കുഫറിന്റെ വാക്കാണ് എന്ന് അള്ളാഹു പറഞ്ഞത്. വകഫറു, ആ വാക്ക് പറഞ്ഞത് കൊണ്ട് അവർ കാഫറുകളായി ബഅദ ഇസ്ലാമിഹി, അവർ മുസ്ലിം ആയതിനു ശേഷം. അപ്പൊ നേരത്തെ പറഞ്ഞ ഹുക്മുൽ മുർത്തദ് പറഞ്ഞ മാതിരി ഓലെല്ലാം അംഗീകരിക്കുന്നു. പക്ഷെ ഇവിടെ അവസാനം പറഞ്ഞില്ലേ, മിസ്ല കലിമത്തിൻ യദ്കുറുഹാ ബിലിസാനിഹി ദൂന ഖൽബിഹി ഔ കലിമത്തിൻ യദ്കുറുഹാ അലാ വജ്ഹിൽ മസ്ഹി വല്ലൈബ്. അപ്പൊ എന്തെങ്കിലും ഒരു വാക്ക് അപ്പോ മനസ്സ് തട്ടാതെ പറഞ്ഞത്, അല്ലെങ്കിൽ തമാശക്ക് വേണ്ടി പറഞ്ഞത്, അല്ലെങ്കിൽ കളിക്ക് വേണ്ടി പറഞ്ഞത്, ഇവര് പറഞ്ഞു മാത്രമല്ലേ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നിശ്ചയിക്കും. പക്ഷെ അള്ളാഹ് പറയാനുണ്ട്, ആ ഒരു വാക്കുകൊണ്ട് തന്നെ അവർ ഇസ്ലാമായതിനു ശേഷം എന്തായി പോയി? കാഫറായി പോയിരിക്കുന്നു. അതാണ് ഇവിടെ ഈ തൗബയിലെ 4-ാമത്തെ ആയത്തിൽ പറഞ്ഞ വിഷയം. അമാ സമീഅത, നീ കേട്ടില്ലേ? അന്നല്ലാഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല കഫറഹും, അവരെ കാഫറുകളാക്കിയിരിക്കുന്നു. ബികലിമത്തിൻ, ഒരൊറ്റ വാക്കുകൊണ്ട്. ആരെ? ഇവിടെ അവർ തന്നെ ആരാ? ഈ മുകളിൽ പറഞ്ഞ ആയത്ത് പരാമർശിച്ച ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ച് അല്ലെങ്കിൽ പരിഹസിച്ച്
പറഞ്ഞ ആളുകളെ അത്തരം വാക്ക് പറഞ്ഞു എന്നതുകൊണ്ട് തന്നെ അള്ളാഹു അവരെ കാഫറാക്കി എന്നത് അമാസമീത്ത നീ കേട്ടില്ലേ? നീ കേട്ടില്ല വെച്ചാൽ ഈ സംശയം ചോദിക്കുന്നതിനോടുള്ള മറുപടിയാണ്. ഇവരെന്താണ് ഒരൊറ്റ വാക്കേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ അവരെന്തായി മാറി? കാഫറുകളായി. എന്നിട്ട് പിന്നെ പറയാണ് മഅ കൗനിഹിം, ഈ ആളുകൾ കാഫറുകളായി തീർന്ന ആളുകൾ മഅ കൗനിഹിം അവർ ആയതോടൊപ്പം, കാന ആയിത്തീർന്നു, കൗന് ആയിത്തീരൽ, മഅ കൗനിഹിം അവർ ആയിത്തീർന്നതോടൊപ്പം, ഫീ സമനി റസൂലില്ല, അവിടെ റസൂലു എന്നാണ് നിങ്ങളെ ബുക്കിലുള്ളത്, അത് റസൂലി എന്നാക്കണം. ഫീ സമനി റസൂലു എന്നല്ല റസൂലി. ഫീ സമനി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അവരായതോടൊപ്പം, എന്തായതോടൊപ്പം? യുജാഹിദൂന അവർ ജിഹാദ് ചെയ്യുന്നു, മഅഹു നബിയോടൊപ്പം, അങ്ങനെ നബിയോടൊപ്പം അവർ ജിഹാദിൽ പങ്കെടുത്തു. വയുസല്ലൂന അവർ നമസ്കരിക്കുന്നു, മഅഹു നബിയോടൊപ്പം. വയുസക്കൂന അവർ സക്കാത്ത് നൽകുന്നു. വയഹുജ്ജൂന അവർ ഹജ്ജ് ചെയ്യുന്നു. വയുവഹിദൂന അവർ അള്ളാഹുവിനെ ഏകനാക്കുന്നു. ഇതൊക്കെ അവർ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ഒരൊറ്റ കലിമത്ത് കൊണ്ട് അവരെ അള്ളാഹു എന്ത് ചെയ്തു? കാഫറാക്കിയിരിക്കുന്നു എന്നത് നീ കേട്ടില്ലേ? ഇല്ലേ? അമാ സമയത്ത് അന്നല്ലാഹ കഫറഹും ബികലിമ, അള്ളാഹു ഒരു കലിമത്ത് കൊണ്ട് തന്നെ അവരെ കാഫറാക്കി എന്നത് നീ കേട്ടില്ലേ? അപ്പൊ കാഫറാകാൻ എന്ത് വേണ്ട? കുറെ സംഗതി വേണ്ട. ഇവിടെ ഒരു ഒറ്റ വാക്ക് പറഞ്ഞുകൊണ്ടാണ് അവർ കാഫറായത്. മാ കൗനിഹിം ഫീ സമനി റസൂലില്ല. അതോടൊപ്പം ഈ അള്ളാഹു കാഫറാക്കിയ ആളുകൾ ആരാ? നബിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചവരാണ്. യുജാഹിദൂന മഅഹു നബിയോടൊപ്പം ജിഹാദ് നടത്തിയിട്ടുണ്ട്. വയുസല്ലൂന മഅഹു നബിയോടൊപ്പം നമസ്കരിച്ചിട്ടുണ്ട്. വയുസക്കൂന സക്കാത്ത് കൊടുത്തിട്ടുണ്ട്. വയഹുജ്ജൂന ഹജ്ജ് ചെയ്തിട്ടുണ്ട്. വയുവഹിദൂന അള്ളാഹുവിനെ ഏകനാക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ ഈ പറഞ്ഞ ഇസ്ലാമിന്റെ അടിസ്ഥാന ഘടകങ്ങളൊക്കെ അവർ അംഗീകരിച്ചു. ആ അംഗീകരിച്ച ആളുകൾ എന്ത് ചെയ്തു? ഒരൊറ്റ വാക്ക് നബിയെ ആക്ഷേപിച്ച് പറഞ്ഞത് കൊണ്ട് കാഫറായി തീർന്നു. വകദാലിക അതേപോലെ അല്ലദീന ഒരു കൂട്ടർ, ഖാലല്ലാഹു ഫീഹിം രണ്ടാമത്തെ വിഷയം പറയാം, ഒരൊറ്റ വാക്കുകൊണ്ട് കാഫറായ ആളുകൾ. വകദാലിക അപ്രകാരം തന്നെ അല്ലദീന വേറൊരു കൂട്ടർ, ഖാലല്ലാഹു ഫീഹിം അല്ലാഹു അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ ലാ തഅ്തദിറൂ ഖദ് കഫർതും ബഅദ ഈമാനിക്കും. ഖുൽ നബിയെ പറയുക, അബില്ലാഹി അള്ളാഹുവിനെ കുറിച്ചാണോ, വആയാതിഹി അവന്റെ ആയാത്തുകളെ സംബന്ധിച്ചുമാണോ, വറസൂലിഹി അള്ളാഹുവിന്റെ ദൂതനെ കുറിച്ചുമാണോ, കുന്തും നിങ്ങൾ തസ്തഹ്സിഊന, ഇസ്തഹ്സാഅന പരിഹസിക്കുക, കുന്തും തസ്തഹ്സിഊൻ നിങ്ങൾ പരിഹസിക്കുന്നത്, ലാ തഅ്തദിറൂ നിങ്ങൾ ഒരു ഉദ്റും ഒരു ന്യായവും ഒരു കാരണവും പറയേണ്ടതില്ല. എഴുത്തുകാരനാൽ ഉദ്റ് പറയുക, കാരണം പറയുക, ന്യായം പറയുക. അത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞല്ല എങ്ങനെ പറഞ്ഞല്ല എന്ന് രണ്ടാദിത്തി പറയുന്നുണ്ടല്ലോ, ആ ന്യായീകരണം വേണ്ട. കത് കഫർത്തും നിങ്ങൾ കാഫറുകളായി തീർന്നിരിക്കുന്നു, ബഅദ ഈമാനിക്കും നിങ്ങളുടെ ഈമാനിന് ശേഷം. മുകളിൽ ബഅദ ഇസ്ലാമിക്കും തന്നു, ഇവിടെ എന്താണ് ബഅദ ഇസ്ലാമിഹി തന്നു, ഇവിടെ ബഅദ ഈമാനിക്കും. ഇസ്ലാമും ഉപയോഗിച്ചു ഈമാനും ഉപയോഗിച്ചു. അവ നിങ്ങളുടെ ഈമാൻ നിങ്ങളുടെ വിശ്വാസത്തിന് ശേഷം, നിങ്ങൾ വിശ്വാസികളായതിനു ശേഷം കത് ഗഫർത്തും നിങ്ങൾ കാഫറുകളായി തീർന്നിരിക്കുന്നു. ഇതും തൗബേ തന്നെ 65-66. റസൂലിഹി കുന്തും തസ്തഹ്സിഊൻ അവിടെ വരെ ഒരു ആയത്താണ്. ലാ തഅ്തദിറൂ ഖദ് കഫർത്തും ബഅദ ഈമാനിക്കുന്നുള്ളത് 66-ാമത്തെ ആയത്ത്. അവിടെ പുള്ളിയൊന്നും കൊടുത്തിട്ടില്ല. ഖുൽ അബില്ലാഹി വ ആയാതിഹി, ഖുൽ നബിയെ താങ്കൾ ചോദിക്കുക, അബില്ലാഹി അള്ളാഹുവിനെ കുറിച്ചാണോ, വ ആയാതിഹി അവന്റെ വചനങ്ങളെ സംബന്ധിച്ചുമാണോ, വ റസൂലിഹി അവന്റെ ദൂതനെ സംബന്ധിച്ചുമാണോ, കുന്തും തസ്തഹ്സിഊൻ നിങ്ങൾ പരിഹസിക്കുന്നത്. ലാ തഅ്തദിറൂ നിങ്ങൾ ഒരു ന്യായവും ഉദ്റും പറയേണ്ടതില്ല, ഖദ് ഗഫർത്തും നിങ്ങൾ അവിശ്വാസികളായി തീർന്നിരിക്കുന്നു, ബഅദ ഈമാനിക്കും നിങ്ങളുടെ വിശ്വാസത്തിന് ശേഷം കാഫറുകളായി തീർന്നു. അപ്പൊ ഈ ആയത്തിലുള്ള എന്താ? ഇവിടെയും മോള് പറഞ്ഞതുപോലെ അള്ളാഹുവിനെ പരിഹസിക്കുക, അള്ളാഹുവിന്റെ ആയത്തുകളെ പരിഹസിക്കുക, റസൂലിനെ പരിഹസിക്കുക ഒക്കെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അംഗീകരിച്ചു, പക്ഷെ എന്ത് ചെയ്യുന്നു? പരിഹസിക്കുന്നു. മോള് പറഞ്ഞില്ലേ അലാ വജ്ഹിൽ മസ്ഹി വല്ലഇബി, ഇവിടെ ഇസ്തിഹ്സാൻ പരിഹസിക്കാൻ. അപ്പൊ പരിഹസിക്കുന്നു. അതും ആരാ?
മുഅ്മിനുകളായ ആളുകൾ മുഅ്മിനായതിന് ശേഷം എന്ത് ചെയ്തു? ഒന്നുകിൽ അള്ളാഹിനെ പരിഹസിക്കുന്നു, അല്ലെങ്കിൽ പ്രവാചകനെ പരിഹസിക്കുന്നു, അല്ലെങ്കിൽ ഖുർആന്റെ ആയത്തുകളെ പരിഹസിക്കുന്നു. അങ്ങനെ പരിഹസിച്ച ആളുകളോട് അള്ളാഹ് എന്താ പറയുന്നത്? ലാ തഅ്തദിറു, അത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞല്ല, എങ്ങനെ പറഞ്ഞല്ല, അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, എങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊന്നും ലാ തഅ്തദിറു, കാരണം നമ്മൾ പറയണ്ട, അത് കഫർത്തും, നിങ്ങൾ കാഫറ. അത് പറഞ്ഞാൽ തന്നെ മതത്തിലെല്ലാം പെട്ടല്ലോ. അള്ളാഹ് തന്നെ അള്ളാഹുമായി ബന്ധപ്പെട്ടല്ലേ ഇമാൻ വിഷയം. റസൂൽ തന്നെ നബിയുടെ സുന്നത്തൊക്കെ പെട്ടു. പിന്നെ ആയാത്താണ് പറഞ്ഞു, ഖുർആനുമായി. അപ്പൊ അതില്ലാത്ത ഓരോ വിഷയമല്ലേ ഇസ്ലാമിന്റെ ഏത് കാര്യവും, ഇസ്ലാമിനെ കുറിച്ചുള്ള ഏത് വിഷയത്തെ കുറിച്ച് പരിഹസിച്ചാലും. ഫഹഉല, അപ്പോൾ ഇക്കൂട്ടർ, അല്ലദീന, എങ്ങനെയുള്ള ആളുകൾ, സറഹല്ലാഹു, സറഹ എന്നാൽ വ്യക്തമാക്കി പറയുക, നേരത്തെ വന്ന വാക്കാണ് സറഹ യുസർരിഹ്, വ്യക്തമാക്കി പറയുക, പ്രഖ്യാപിക്കുക എന്നർത്ഥം. സറഹല്ലാഹ്, അള്ളാഹു പ്രഖ്യാപിച്ചിരിക്കുന്നു, അന്നഹും കഫറു, അവർ കാഫറുകളായിട്ടുണ്ട് എന്ന്, ബഅദ ഈമാനിഹിം, അവരുടെ ഈമാനിന് ശേഷം. അപ്പൊ ഇവർ നേരത്തെ ഒരു കാലത്ത് മുസ്ലിം ആയില്ല എന്നല്ല, എന്താണ് ആദ്യത്തെ ആയത്തിൽ ബഅദ ഇസ്ലാമിഹിം തന്നു, അവർ ഇസ്ലാമിലേക്ക് വന്നു, പിന്നെ കാഫറായി. ഇവിടെ എന്താ പറഞ്ഞത്? ഇസ്ലാമിനേക്കാൾ മേലുള്ളതാണ് എന്ത്? ഈമാൻ. അപ്പൊ ബഅദ ഈമാനിഹിം, അവർ ഈമാൻ ഉൾക്കൊണ്ടതിന് ശേഷം കാഫറുകളായി എന്നതാ അള്ളാഹുവിടെ യാതൊരു സംശയത്തിനും പഴുതില്ലാത്ത വിധം സറഹ, വ്യക്തമായി പ്രസ്താവിച്ചിരിക്കുന്നു. മാത്രവുമല്ല, വഹും, അവർ മാ റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുണ്ട്, ഫീ ഗസ്വതി തബൂക്ക്, തബൂക്ക് യുദ്ധത്തിൽ. ഖാലു കലിമത്തൻ, അവർ പറഞ്ഞു കലിമത്തൻ, ഒരു വാക്ക്. ദക്കറൂ, എന്നിട്ട് അവർ പറഞ്ഞു അന്നഹും ഖാലൂഹ, അത് അവർ പറഞ്ഞത് അലാ വജ്ഹിൽ മസ്ഹി, എന്താണ് മസ്ഹ്? മുകളിൽ പറഞ്ഞു തമാശ, തമാശയായി പറഞ്ഞതാണ് എന്ന് അവര് പറഞ്ഞു. ആണ് കാഫറായിപ്പില്ലേ? കാഫറായി പിന്നെ സംശയിക്കേണ്ട, കാഫറായൻ എന്താ സ്വർഗം നിഷിദ്ധാണ്. അപ്പൊ ഇതൊക്കെ ഒരേ സംഗതി തന്നെയാണ്, കുറെ തെളിവ് പറയാന്നേ ഉള്ളൂ, ഒരു പോയിന്റാണ്. ഒരൊറ്റ സംഗതി കൊണ്ട് തന്നെ എന്താവും? കാഫറാവും. അതിന് കുറെ സംഗതി വേണ്ട. فتأمل هذه الشبهة وهي قولهم تكفرون من المسلمين أناسا يشهدون أن لا إله إلا الله ويصلون ويصومون ثم تأمل جوابها فإنه من أنفع ما في هذه الأوراق. يعني വേറെ സംഗതി, വേറെ തഅമ്മല, ചിന്തിക്കുക. വതഅമ്മൽ, നീ ചിന്തിച്ചോ. ഹാദിഹി ശുബ്ഹ, ഈ സംശയത്തെ. വഹിയ, അതേതാണ് സംശയം? ഖൗലുഹും, അവരുടെ വാക്കാണ്. തുകഫിറൂന മിനൽ മുസ്ലിമീൻ, മുശ്രിക്കുകൾ അല്ലെങ്കിൽ ശിർക്ക് ചെയ്യുന്ന ആളുകൾ പറയുന്ന സംശയം. തുകഫിറൂന, നിങ്ങൾ, ബലവാശിർ വഹാബികൾ. തുകഫിറൂന, നിങ്ങൾ കാഫറാക്കുന്നു. മിനൽ മുസ്ലിമീന, മുസ്ലിങ്ങളിൽപ്പെട്ട ഉനാസൻ, ചില ആളുകളെ. നിങ്ങൾ മുസ്ലിങ്ങളെ കാഫറാക്കുന്ന ആളുകളാണ്. ആ ഏത് ജനങ്ങളെ? യഷ്ഹദൂന, അവർ സാക്ഷ്യം വഹിക്കുന്നു. അല്ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ചില ആളുകളെ, സാക്ഷ്യപ്പെടുത്തുന്ന മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? കാഫറാക്കുന്നുണ്ട്. നമ്മളാണ്ട് സാധാരണ പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുന്നു? സുന്നികളെ കാഫറാക്കി, സുന്നികളെ മുശ്രിക്കാക്കി. അപ്പൊ നിങ്ങൾ കാഫറാക്കുന്ന ആൾക്കാരാണ്, മുശ്രിക്കാക്കുന്ന ആൾക്കാരാണ്. അതെന്നെ ഇവിടെ ശൈഖിനോട് പറഞ്ഞത്. കാരണം നമ്മളും വഹാബിയാണ്, ഇയാൾ വഹാബികളെ ഉസ്താദാണ്, പോലെ വാദപ്രകാരം. അതാണ് യഷ്ഹദൂന ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ സാക്ഷ്യപ്പെടുത്തുകയും, വയുസല്ലൂന, നമസ്കരിക്കുകയും ചെയ്യുന്ന, വയസൂമൂന, നോമ്പ് നോൽക്കുകയും ചെയ്യുന്നു. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാ അംഗീകരിച്ച, നമസ്കരിക്കുന്ന, നോമ്പ് നോൽക്കുന്ന മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകളെ നിങ്ങൾ കാഫറാക്കുന്നു എന്ന അവരുടെ സംശയത്തെക്കുറിച്ച് തഅമ്മൽ, നീ നല്ല പോലെ ചിന്തിക്കുക. സുമ്മ തഅമ്മൽ, ഇവരുടെ സംശയത്തെക്കുറിച്ച് നല്ലോണം ആലോചിച്ചോ. സുമ്മ തഅമ്മൽ, പിന്നെ നീ ചിന്തിച്ചോ. ജവാബഹ, ഇതിനെ അതിന്റെ മറുപടി. ഈ ജവാബഹ എന്ന് പറഞ്ഞാൽ ജവാബ് ശുബ്ഹ, ഈ സംശയത്തിനുള്ള മറുപടി. ഫഇന്നഹു, ഈ സംശയത്തിനുള്ള മറുപടി. ഫഇന്നഹു എന്ന് പറഞ്ഞാൽ ജവാബ്, ആ മറുപടി. മിൻ അംഫഇ, അംഫഅ്
മംഫഅത്ത് തന്നെ ഉപകാരം, അംഫഅത്ത് തന്നെ ഏറ്റവും ഉപകാരമുള്ളത്. മിൻ അംഫഇ ഏറ്റവും ഉപകാരം ചെയ്യുന്നതിൽപ്പെട്ടതാണ്. മാ ഫീ ഹാദിഹിൽ ഔറാഖി ഈ കടലാസുകളിലുള്ളതിൽ ഏറ്റവും ഉപകാരം ചെയ്യുന്ന മറുപടികളിൽപ്പെട്ടതാണ് ഈ സംശയത്തിനുള്ള മറുപടി. ഇവിടെ ഈ ഔറാഖ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാ ഇയാളെ ഈ ബുക്ക്, ഞാൻ എഴുതുന്ന ഈ റിസാല, ഈ പുസ്തകത്തിന്റെ കടലാസുകൾ. ആ കടലാസിൽ എന്തൊക്കെ ഉണ്ടോ അതാണ് മാ ഫീ ഹാദിഹിൽ ഔറാഖ്. ഈ കടലാസുകളിൽ, ഈ പേജുകളിൽ ഉള്ളതിൽ വെച്ച് അംഫഅ ഏറ്റവും ഉപകാരം ചെയ്യുന്ന മറുപടികളിൽപ്പെട്ട ഒരു മറുപടിയാണ് ഈ സംശയത്തിന് പറയാം. അപ്പൊ സംശയവും നല്ല മനസ്സിലായിക്കോ, മറുപടി നല്ല മനസ്സിലായിക്കോ. സംശയം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന, നിസ്കരിക്കുന്ന, നോമ്പ് നിൽക്കുന്ന ആളുകളൊക്കെ നിങ്ങൾ ഗാഫറാക്കുന്നു. അപ്പൊ അതിനുള്ള മറുപടി എന്താ ആലോചിച്ചോ? വമിന ദലീലി അലാ ദാലിക അയ്ളൻ മാ ഹഖല്ലാഹു അൻ ബനി ഇസ്രായീല മാ ഇസ്ലാമിഹിം വഇൽമിഹിം വസലാഹിഹിം അന്നഹും ഖാലൂ ലിമൂസ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ വഖൗലു നാസിൻ മിനസ് സ്വഹാബ ഇജ്അൽ ലനാ ദാത അൻവാത് ഫഹലഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന ഹാദാ നദീറു ഖൗലി ബനി ഇസ്രായീല ഇലാഹൻ. ഇതില് ആദ്യം പറഞ്ഞ വിഷയം നേരത്തെ വന്നുപോയതാണ്. വമിന ദലീലി അലാ ദാലിക അയ്ളൻ ദലീൽ തെളിവ്, വമിന ദലീലി തെളിവിൽപ്പെട്ടതാണ് അലാ ദാലിക അതിനുള്ള തെളിവ്. ഇതിനുള്ള തെളിവ് ബല സംശയത്തിനുള്ള മറുപടിക്കുള്ള തെളിവ്. മാ ഹഖല്ലാഹ് അള്ളാഹു ഉദ്ധരിച്ച കാര്യം. ഹക്ക ഹക്കിതനാൽ പറയുക, ഉദ്ധരിക്കുക, സംഭവം എടുത്തു പറയുക. അൻ ബനി ഇസ്രായേല ബനു ഇസ്രായേലിനെ സംബന്ധിച്ച് അള്ളാഹു തആല എടുത്തു പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ വിവരിച്ചിട്ടുള്ള കാര്യം ഇതിനുള്ള മറുപടിയിൽപ്പെട്ടതാണ്. മാ ഇസ്ലാമിഹിം അവരുടെ ഇസ്ലാമിനോടൊപ്പം, എന്നാൽ അവർ മുസ്ലിങ്ങളായതോടൊപ്പം, ആര്? ബനി ഇസ്രായേലിയർ. വഇൽമിഹിം അവരുടെ ഇൽമിനോടുമൊപ്പം, എന്നാൽ വിവരമില്ലാത്ത ആളുകളല്ല, വിവരമുള്ളവരാണ്, അവർ മുസ്ലിങ്ങളാണ്. അതോടൊപ്പം ഇൽമു നേടി മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞാൽ മൂസാ നബിയിൽ വിശ്വസിച്ച ആൾക്കാരാണ്, അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ എന്നത്. വഇൽമിഹിം ഈസാ നബിയിൽ നിന്നും തൗറാത്തിൽ നിന്ന് കിട്ടിയ ഇൽമും അവർക്കുണ്ട്. വസലാഹിഹിം അപ്പൊ ഈ ഇൽമുണ്ട്, ഇസ്ലാമുണ്ട്. അവരാരായിരിക്കും? പ്രവാചകന്റെ കൂടെ ജീവിക്കുന്നവരാണ്. അപ്പൊ എന്താണ്? അവർക്ക് സലാഹുണ്ട്, നന്മയുണ്ട്, ഗുണമുണ്ട്. അപ്പൊ ഇസ്ലാമുണ്ട്, ഇൽമുണ്ട്, സലാഹുണ്ട്. ഇതേ കാര്യം നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഇവരെ കുറിച്ച്. അതുള്ളതോടൊപ്പം എന്ത് ചെയ്തു? അന്നഹും ഖാലൂ ലിമൂസ അവർ മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു, ഇജ്അൽ നീ നിശ്ചയിച്ചു തരിക, ലന ഞങ്ങൾക്ക്, ഇലാഹൻ ഒരു ആരാധ്യനെ, കമ പോലെ, ലഹും അവർക്കുള്ളതുപോലെ, ആലിഹത്തുൻ അവർക്കൊരുപാട്, ഇലാഹിന്റെ ജമ്മാണെന്ത്? ആലിഹത്ത്. അവർക്കൊരുപാട് ആരാധ്യന്മാരുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ഇലാഹിനെ നിശ്ചയിച്ചു തരൂ എന്ന് മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അവർ പറഞ്ഞു. ഈ സംഭവം അള്ളാഹു ഉദ്ധരിച്ചു. ഇത് അവർക്കുള്ള മറുപടിയാണ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ എന്താ സംശയം? ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നു. മൂസാ നബിന്റെ കൂടെയുള്ള ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചു. മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതിന് പകരം മൂസ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. മൂസ അള്ളാഹു. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി രണ്ട് സാക്ഷ്യവചനങ്ങളുമായി. പിന്നെ വയുസല്ലൂന വയസൂമൂൻ നിസ്കരിക്കും, നോമ്പ് വിൽക്കുന്നു. മൂസാ നബിന്റെ കാലത്ത് നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, അതൊക്കെ പോലെ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഇസ്ലാമായി. പിന്നെ തൗറാത്തിൽ നിന്നും പ്രവാചകനിൽ കിട്ടിയ ഇൽമ അവർക്കുണ്ട്. അത് രണ്ടിന്റെയും അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം കൊണ്ട് അവർക്ക് സലാഹ്, അവർക്ക് നന്മ, ഗുണവും അവരിലുണ്ട്. എന്നാൽ സാലിഹ്യങ്ങളാണ് അർത്ഥം. അപ്പൊ ആലിമീങ്ങളാണ്, സ്വാലിഹ്യങ്ങളാണ്, മുസ്ലിങ്ങളാണ്. ഇതൊക്കെ ആയതോടൊപ്പം അവർ മൂസാ നബിയോട് പറഞ്ഞു, എന്ത്? ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ മറ്റവർക്ക് കുറെ ആരാധ്യ വസ്തുക്കളുണ്ടല്ലോ, ഞങ്ങൾക്കും ഒരു ആരാധ്യ വസ്തു ഞങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുണ്ട് എന്ന അവരുടെ വാക്ക്. അപ്പൊ അവിടെ എന്താ മറുപടി? ഇവരിതൊക്കെ അംഗീകരിച്ചു. അതോടൊപ്പം ഞങ്ങൾക്ക് ഒരു ഇലാഹിനെ ആരാധിക്കാൻ ഒരാളെ നിശ്ചയിച്ചു തരണം എന്ന വാക്ക് എന്താണ്? ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന വാക്കാകുന്നു. അതേപോലെ ഖൗലു നാസിൻ മിനസ് സ്വഹാബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽപ്പെട്ട ചില ആളുകളുടെ വാക്ക്, ഇജ്അൽ ലനാ ദാത അൻവാത്. ഇത് മറ്റേ ഒരു യുദ്ധത്തിന്റെ സമയത്ത് നബിയോട് സഹാബത്തിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞ വിഷയമാണ്, നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്. ഇജ്അൽ ലനാ ഞങ്ങൾക്കിനി നിശ്ചയിച്ചു തരണമേ, ദാത അൻവാത്തിൻ. നാത്ത എന്ന നാത്ത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊളത്തുകയാണ്, തൂക്കിയിടുക. അൻവാത്ത് എന്ന് പറഞ്ഞാൽ കൊളത്തുകൾ. ധാത്തു അൻവാത്ത് കൊളത്തുകളുള്ള ഒന്ന്, കൊളത്തുള്ളതിനെ എന്ന് പറഞ്ഞാൽ തൂക്കിയിടാവുന്ന ഒരു മരം, അതാ ഉദ്ദേശിക്കുന്നത്. ഇജ്അൽ ലനാ ഞങ്ങൾക്കിനി നിശ്ചയിച്ചു തരണം, ദാത്ത അൻവാത്തിൻ. ദൂ എന്ന് പറഞ്ഞാൽ ഉള്ള, അതിന്റെ ശരീരങ്ങളാണ് ദാത്ത്.
നാത്ത എന്ന് പറഞ്ഞാൽ തൂക്കിയിടുക, കൊളത്തിയിടുക. ദാത്ത അൻവാത്ത്, തൂക്കിയിടാവുന്ന, കൊളത്തിയിടാവുന്ന ഒരു മരത്തെ ഞങ്ങൾക്ക് ഇനി നിശ്ചയിച്ചു തരണം എന്ന് പറഞ്ഞാൽ, ഇത് അവിടെ മരം ഉണ്ടായതുവെന്നും ആ മരം എന്താണ്, മരത്തിൽ പിന്നെ യുദ്ധത്തിന് പോകുന്ന സമയത്ത് വാളുകൾ തൂക്കിയിട്ട് അതുകൊണ്ട് എന്ത് ചെയ്യുക, ബർക്കത്തെടുക്കുക. അപ്പൊ ആ മരത്തിൽ തൂക്കി ആയുധമെടുത്താൽ യുദ്ധത്തിൽ വിജയിക്കും, വെട്ടിയാളുള്ളൂ എന്നൊരു വിശ്വാസം ആ ആളുകൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ എന്താ, ഈ മരത്തിന് എന്തോ ഒരു ദൈവികമായ ശക്തി ഉണ്ട് എന്നാണ് ആളുകൾ വിശ്വസിച്ചത്. അപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികളിൽ പെട്ടത് കാഫിരീങ്ങളല്ല, മുശ്രിക്കുകളല്ല, വേറെ ആരുമല്ല, പിന്നെ ആരാ? അതാണ് പറഞ്ഞെന്താ, ഖൗലു നാസിൻ മിനസ് സഹാബ, സഹാബികളിൽ ലഭിക്കുന്ന മുസ്ലിങ്ങളായ ആളുകളാണ് ഈ യുദ്ധസമയത്ത് നബിയോട് പറയുന്നത്, ഇജ്അൽ ലനാ ദാത്ത അൻവാത്ത്, അതിന്റെ വാക്കിണ്ട് കമാലഹും ദാത്തു അൻവാത്ത്, അവർക്കൊരു ദാത്തു അൻവാത്ത്, ഇങ്ങനെ കൊളത്തിയെടുത്ത് അനുഗ്രഹം നേടാൻ ഒരു ദാത്തു അൻവാത്ത് ഉള്ളതുപോലെ ഞങ്ങൾക്കും എന്ത് ചെയ്യും, നബി ഒരു ദാത്തു അൻവാത്ത് ഉണ്ടാക്കി തരൂ, ആ മുസ്ലിങ്ങൾക്കുള്ള മാതിരി ഞങ്ങൾക്കും ഒരു മരം നിശ്ചയിച്ചു തരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ആവശ്യപ്പെട്ടു. ഫഹലഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാ? മൂസാ നബി ബനി ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞ മാതിരി ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചു, മുഹമ്മദ് റസൂൽ അംഗീകരിച്ചു, നോമ്പ് വെച്ചു, നിസ്കരിച്ചു, യുദ്ധത്തിന് പോയി, നബിന്റെ കൂടെ നടക്കുന്നു, ഇതൊക്കെ ഉണ്ട്, എല്ലാ കാര്യങ്ങളും അവർ അംഗീകരിക്കുന്നു. പക്ഷേ ഒരൊറ്റ വാക്ക്, നേരത്തെ പറഞ്ഞില്ലേ ഇതിലൊക്കെ കലിമ, ഒരു വാക്ക്, എന്താ, ഞങ്ങൾക്കും ഇങ്ങനെ ഒരു ബർക്കത്തെടുക്കാൻ ഒരു ദൈവിക മരം അല്ലെങ്കിൽ ഒരു ദൈവിക ശക്തിയുള്ള ഒരു മരം ഞങ്ങൾക്ക് നിശ്ചയിച്ചു തരണം എന്ന് അവർ പറഞ്ഞു. ആ വാക്ക് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞ എന്താ, ഫഹലഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യം ചെയ്തു പറഞ്ഞു, അന്നഹാദ, തീർച്ചയായും ഇത്, ഏത്, നിങ്ങളുടെ ഈ വാക്ക് ഇജ്അൽ ലനാ ദാത്ത അൻവാത്ത് എന്ന വാക്ക്, നദീറു, ഈ വാക്ക് നേരത്തെ വന്നത് നദീർ, എന്താണ് അന്ന് ഞാൻ പറഞ്ഞിട്ട്, മറ്റേ ബേ നദീർ എന്നൊക്കെയുള്ള പേര്, ബേനസീർ ബൂട്ടോ, ബേനസീർ എന്ന് പറഞ്ഞാൽ ബേ നദീർ ബൂട്ടോ എന്നാണ്. എന്താ നദീർ എന്ന് പറഞ്ഞാൽ തുല്യമായതാണ്, സമമായത്. ഹാദ, ഇത് നദീറു, തുല്യമായതാണ്. എന്തിന്? ഖൗലി ബനി ഇസ്രായേല, ബനു ഇസ്രായേലിയരുടെ വാക്കിന് തുല്യമായതാകുന്നു ഇത്. എന്താ ബനു ഇസ്രായേലിയുടെ വാക്ക്? ഇജ്അൽ ലനാ ഇലാഹൻ, ഞങ്ങൾക്കിനി ഒരു ഇലാഹിനെ ഉണ്ടാക്കിത്തരൂ എന്ന ബനി ഇസ്രായേലിയരുടെ വാക്കിന് തുല്യമായതാണ് എന്ത്? ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ബർക്കത്തെടുക്കാൻ പറ്റിയൊരു മരം ഉണ്ടാക്കിത്തരൂ, ഞങ്ങൾക്ക് വേറെ പടച്ചവൻ ഉണ്ടാക്കിത്തരുന്നല്ല. അപ്പൊ ബനി ഇസ്രായേലിൽ ഞങ്ങൾക്ക് വേറെ ഇലാഹിനെ നിശ്ചയിച്ചു തരൂ എന്ന് പറഞ്ഞതിന് തുല്യമാണ് ഇവിടെ അവർക്കുള്ളതുപോലെ ബർക്കത്തെത്താവുന്ന ഒരു മരം ഞങ്ങൾക്ക് ഉണ്ടാക്കിത്തരൂ എന്ന വാക്ക്. രണ്ടും എന്താണ്? ഇസ്ലാമത്തിൽ നിന്ന് പുറത്തു പോകുന്ന വാക്കാണ്, കുഫറിന്റെ വാചകമാണ്. ഇത് നമ്മൾ സാധാരണ നമ്മളെ എല്ലാ വാദപ്രതിവാദങ്ങളിലും ഇത് സുന്നികൾ തെളിവായി ഉദ്ധരിക്കരുത്, അല്ലേ? അല്ല, ഒരാള് ഇലാഹാണെന്ന് വിശ്വസിച്ചാലേ എന്താകുള്ളൂ, അല്ലെങ്കിൽ വേറൊരു അള്ളണ്ടെന്ന് വിശ്വസിച്ചാലേ കാഫറാവുള്ളൂ, അല്ലെങ്കിൽ ശിർക്ക് വരുള്ളൂ എന്നതിന് പണ്ട് ഏതാണ് കൊട്ടപ്പുറം വാദിക്കുന്നതാണ് ഏറ്റവും അതുപോലെ ഇത് ഉദ്ധരിക്കുന്നുണ്ട്. ഈ സംഭവം ഈ ദാത്തന്മാത്ത് വെച്ചിട്ട് എന്താണ് ഇവിടെ എഴുതിയിട്ടില്ല, ഞങ്ങൾക്കൊരു ഇലാഹില്ല, ഞങ്ങൾക്കൊരു മരം നിശ്ചയിച്ചില്ല. ആ മരമാണ് ആര് ചോദിച്ചത്? നബിനോട് സഹാബത്ത് ചോദിച്ചു. അതിന് നബി എന്താ മറുപടി ഉണ്ട്? ആ തർക്കമില്ല, നിങ്ങൾക്ക് ഒരു മരം ഉണ്ടായി തരല്ല, നിങ്ങൾ ഈ മരം നിശ്ചയിച്ചു തരൂ എന്ന നിങ്ങളുടെ വാക്ക് മൂസാ നബിയോട് ബനി ഇസ്രായേലിയർ ഞങ്ങൾക്കൊരു ഇലാഹിനെ നിശ്ചയിച്ചു തരൂ എന്ന വാക്കിന് തുല്യമാണ്. ഇലാഹാണ് അല്ലെങ്കിൽ അള്ളയാണ് എന്ന് വിശ്വസിച്ചിട്ടില്ലെങ്കിലും ആ പണി ഒരാളിൽ നമ്മൾ സങ്കല്പിച്ച, അല്ലെങ്കിൽ ആ വിശ്വാസം ഒരാളിൽ, അത് മരമായാലും ശരി, അതിൽ സങ്കല്പിച്ചാൽ അതോടുകൂടി എന്തായി? ശിർക്കായി മാറി. വരുന്നുണ്ട്, ശിർക്ക് വരുന്നില്ല, അത് നിഷേധമാണ്, കുഫ്ര വരുന്നത്. ആണ് രണ്ടായാലും മുശ്രിക്ക് കാഫറാന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. മുശ്രിക്കാണ്, അതോടൊപ്പം എന്തുവാണ്? കാഫറുമാണ്. ഇത് മനസ്സിലായില്ലേ? അപ്പൊ അവിടെ രണ്ട് സംഭവത്തെ എന്ത് ചെയ്തു? കൂട്ടിഘടിപ്പിച്ചു. വലാകിൻ ലിൽ മുശ്രിക്കീന ശുബ്ഹത്തുൻ യുദ്ലൂന ബിഹാ ഇൻദ ഹാദിഹിൽ ഖിസ്സ വഹിയ അന്നഹും യഖൂലൂൻ ഫഇന്ന ബനി ഇസ്രായീല ലം യക്ഫുറൂ ബിദാലിക് വകദാലിക അല്ലദീന ഖാലൂ ഇജ്അൽ ലനാ ദാത അൻവാത്ത് ലം യക്ഫുറൂ. അപ്പൊ ഈ മറുപടി നമ്മൾ പറയുമ്പോ ഏത് ഇവരൊക്കെ ലാലാൽ അംഗീകരിച്ച് നോമ്പോറ്റ് സ്കരിക്കുന്ന ആളുകളെ നിങ്ങൾ കാഫറാക്കുണ്ടല്ലോ, അതിന് മറുപടിയാ പോയി പറയണത്. ഇവര് അതൊക്കെ ചെയ്ത ആൾക്കാരാണ്. അതോടൊപ്പം ഇവര് കാഫറാന്ന് ആര് തന്നെ പറഞ്ഞു? അള്ളാഹ് തന്നെ പറഞ്ഞു. മൂസ ബനി ഇസ്രായേലിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞു. സഹാബത്തിൽപ്പെട്ട ആളുകളെ കുറിച്ച് നബി തന്നെ പറഞ്ഞു എന്ത്? ഇത് കുഫറിന്റെ വാക്കാണ്.
അപ്പൊ അവരിപ്പോൾ ഇങ്ങോട്ടൊരു മറുപടി, രണ്ടാമതൊരു സംശയം ചോദിക്കും. ലാക്കിൻ ലിൽ മുശ്രിക്കീന ശുബ്ഹത്തുൻ, എന്നാൽ മുശ്രിക്കുകൾക്കുണ്ട് ശുബ്ഹത്തുൻ, വേറെ ഒരു സംശയം. യുദ്ലൂന ബിഹാ ഇൻദ ഹാദിഹിൽ ഖിസ്സ, ഈ കഥയോടൊപ്പം ഈ കഥയോട് അവർ ചേർത്ത് പറയുന്ന, അതിലാന്ന് എനിക്ക് ബക്കറ്റ് താത്തല്ലേ വെള്ളം കോരാൻ വേണ്ടിട്ട്, വെള്ളം കോരാൻ വേണ്ടി ബക്കറ്റ് താത്തനെ തരിക, അതില വെള്ളം കോരാൻ ബക്കറ്റ് താത്ത, ഇതിനാണ് അതില യുദ്ലി എന്നറിയാം. അതുപോലെ തന്നെ കേസ് കൊടുക്കുക, അതിനെന്ത് പറയും? അതിലാന്ന് പറയും. അപ്പൊ ഇവിടെ യുദ്ലൂന ബിഹ, ആ സംശയം കൊണ്ട് ഇൻദ ഹാദിഹിൽ ഖിസ്സ, ഈ കഥയോടൊപ്പം അവരെന്ത് ചെയ്യുന്നു? ചേർത്ത് കൂട്ടി പറയുന്നു. വഹിയ അന്നഹും യഖൂലൂൻ, എന്താണ് അവർ പറയുന്ന വാക്ക്? സംശയം. ഫഇന്ന ബനി ഇസ്രായീല, നേരത്തെ പറഞ്ഞ ബനി ഇസ്രായേൽ, ഏത് ബനി ഇസ്രായേൽ? ജല്ലന ഇലാഹൻ കമാലഹു മാലിഹ എന്ന് പറഞ്ഞ ബനി ഇസ്രായേലിയർ ലം യക്ഫുറു, അവർ കാഫറുകളായിട്ടില്ല. ബിദാലിക, ആ വാക്ക് അവർ പറഞ്ഞുകൊണ്ട് അവർ കാഫറായിട്ടില്ലല്ലോ. നിങ്ങൾ പറഞ്ഞത് കുഫറിന്റെ വാക്കാണ്, എന്നാൽ ബനി ഇസ്രായേൽ കാഫറായിട്ടില്ലല്ലോ. വകദാലിക അല്ലദീന ഖാലു, വകദാലിക അതുപോലെ തന്നെ അല്ലദീന ഖാലു, ഇപ്പറഞ്ഞ ആളുകളും ഇജ്അൽ ലനാ ദാത അൻവാത്ത്, ഇജ്അൽ ലനാ ദാത അൻവാത്ത് എന്ന വാക്ക് പറഞ്ഞ ആളുകളും ലം യക്ഫുറു, അവർ കാഫറായില്ല. ഇതാണ് അവരുടെ രണ്ടാം സംശയം. നമ്മൾ ഈ തെളിവ് പറയുമ്പോ അവരിങ്ങോട്ട് പറയും, ഈ പറഞ്ഞ ഞങ്ങൾക്ക് ഇല്ലാഹിനെ നിശ്ചയിച്ചു തരണം എന്ന് പറഞ്ഞ ബനി ഇസ്രായേലിയർ കാഫറായിട്ടില്ല. ഇജല്ലന ദാത്ത അൻവാത്ത്, ഞങ്ങൾക്ക് ഇനി ദാത്ത് അൻവാത്ത് ഇങ്ങനെ മരം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞ സഹാബത്തും എന്തായിട്ടില്ല? കാഫറുകളായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇത് തെളിവായി നിങ്ങൾ പറയുക? ഫൽ ജവാബു, അപ്പൊ ഇതിനുള്ള മറുപടി അൻ തഖൂല, നീ പറയലാണ്, ഇന്ന ബനി ഇസ്രായേൽ ലം യഫ്അലൂ ദാലിക വകദാലിക അല്ലദീന സഅലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലം യഫ്അലൂ വലാ ഖിലാഫ ഫീ അന്ന ബനി ഇസ്രായേൽ ലം യഫ്അലൂ ദാലിക വലൗ ഫഅലൂ ദാലിക ലകഫറു വകദാലിക ലാ ഖിലാഫ ഫീ അന്ന അല്ലദീന നഹാഹുമു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ ലം യുതീഊഹു വത്തഖദ ദാത അൻവാത്തിൻ ബഅദ നഹീഹി ലകഫറു വഹാദാ ഹുവൽ മത്ലൂബ്. ഇതിൽ പറഞ്ഞവര് കാഫറായിട്ടില്ല. അതിനുള്ള മറുപടി എന്താ? വൽ ജവാബു അൻ തഖൂല, ഇങ്ങനെ നീ ഇങ്ങനെ പറയലാണ് അതിനുള്ള മറുപടി. എന്താ? ഇന്ന ബനി ഇസ്രായേലിയർ ലം യഫ്അലൂ ദാലിക, അവരങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല. അവർ പറഞ്ഞു, പക്ഷേ എന്ത് ചെയ്തിട്ടില്ല? വേറെ ഇലാഹിനെ അവർ സ്വീകരിച്ചിട്ടില്ല. വകദാലിക അതുപോലെ തന്നെ അല്ലദീന സഅലൂ അന്നബിയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച ആളുകളും ലം യഫ്അലൂ, എന്ത് ചെയ്തിട്ടില്ല? അത് പ്രവർത്തിച്ചിട്ടില്ല. ഓര് ചോദിച്ചപ്പോ തന്നെ മൂസാ നബി അവരോട് വിലക്കി. നബിനോട് ചോദിച്ചപ്പോ നബി എന്ത് ചെയ്തു? ആ സഹാബത്തിനെ വിലക്കി. അപ്പൊ നബി വിലക്കിയത് അവരെന്ത് ചെയ്തു? മൂസാ നബി വിലക്കിയത് അവരെ അംഗീകരിച്ചു, മുഹമ്മദ് നബി വിലക്കിയത് സഹാബത്തും അംഗീകരിച്ചു. അത് അംഗീകരിച്ചോടുകൂടി അവരുടെ ചോദ്യമാണ്. ആ ചോദ്യം അവർ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നിട്ടില്ല. വലാ ഖിലാഫ, യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല, ഒരു ഖിലാഫുമില്ല, ഒരു ഭിന്നതയുമില്ല. ഏത് വിഷയത്തിൽ? ഫീ അന്ന ബനി ഇസ്രായേല, ബനു ഇസ്രായേലിയർ ലം യഫ്അലൂ ദാലിക, അവരാ പണി ചെയ്തിട്ടില്ല എന്നതിൽ ആർക്കും യാതൊരു തർക്കമില്ല. നിങ്ങൾക്ക് തർക്കല്ല, മൂന്ന് തർക്കല്ല. വലൗ ഫഅലൂ, എന്നാൽ അവരെങ്ങാനും അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, ഫഅലൂ ദാലിക അതവർ ചെയ്തിരുന്നെങ്കിൽ ലകഫറൂ, അവർ ആരാകുമായിരുന്നു? കാഫിറുകളാകുമായിരുന്നു. വകദാലിക അപ്രകാരം തന്നെ ലാ ഖിലാഫ, യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല, ഫീ അന്നല്ലദീന നഹാഹുമുൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫീ അന്ന അല്ലദീന, ഒരു കൂട്ടരുടെ കാര്യത്തിൽ. ആരാണവർ? നഹാഹുമുൻ നബിയ്യു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിലക്കി. അതാരെക്കുറിച്ചാണ്? ജല്ലന ദാത്ത അൻവാത്ത് എന്ന് ആവശ്യപ്പെട്ട സഹാബത്ത്, ആ സഹാബത്തിനെ നബി വിലക്കി. അവരുടെ കാര്യത്തിലും യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. എന്തില്? അവർ ചെയ്തിട്ടില്ല. ലൗ ലം യുതീഊഹു, നബി അവരെ വിലക്കിയപ്പോ ലൗ ലം യുതീഊഹു, നബിയെ അവർ അനുസരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, വത്തഖദു അവർ സ്വീകരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ, ദാത്ത അൻവാത്തിൻ, ഒരു ദാത്ത് നബി, ഇത് ബനി ഇസ്രായേലിൽ ചോദിച്ച ചോദ്യമാണ്, അതിനോട് തുല്യമായ ചോദ്യമാണ് എന്ന് പറഞ്ഞ് നബി അവരെ വിലക്കിയപ്പോ നബിയെ അവർ അനുസരിക്കാതിരിക്കുകയും, എന്നിട്ട് വത്തഖദു ദാത്ത അൻവാത്തിൻ, ഒരു ദാത്തു അൻവാത്തിനെ അവർ അവരുടെ വകയായി സ്വീകരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ, ബഅദ നഹീഹി നബി വിലക്കിയതിന് ശേഷം ചെയ്തിരുന്നെങ്കിൽ ലകഫറു, അവരെന്താകുമായിരുന്നു? കാഫറാകുമായിരുന്നു. വഹാദാ ഹുവൽ മത്ലൂബ്,
അതാണ് ഇവിടെയും എന്ത് നമ്മൾ തേടുന്ന വിഷയം. നിങ്ങൾ ഈ പറഞ്ഞ തന്നെ ഒരു കാഫറായിട്ടില്ല, പക്ഷെ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കാഫറാകുമായിരുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത്, മുഹമ്മദ് നബി പറഞ്ഞത്. ഇവര് ചോദിച്ചതാണ്, ചോദ്യം അവർക്ക് അറിയാത്തത് കൊണ്ടാണ്. അപ്പൊ നബി അവിടെ വിലക്കിയപ്പോ എന്ത് ചെയ്തു? വിലക്കിയപ്പോ അവര് നിർത്തി. ചോദ്യം കൊണ്ടായിട്ടില്ല. അതിവിടെ കൊടുത്തിട്ടുണ്ട്. ഷെയ്ഖ് ഉസൈമീൻ ഈ കാര്യം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് അന്ന ഹാദിഹിൽ ഖിസ്സ, ഈ സംഭവം തദുല്ലു അലാ അന്നൽ ഇൻസാന വഇൻ കാന ആലിമൻ വഖദ് യഖ്ഫ. എവിടെയും പറയേണ്ടത് ചെയ്യുന്നു അവിടെ ഫായിദയെ കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പൊ അവിടെ എന്താണ് ഇവര് ചോദിച്ചത്? ഇവിടെ തന്നെ പറഞ്ഞല്ലോ, ചോദിച്ചു പക്ഷെ അവർ പ്രവർത്തിച്ചിട്ടില്ല. എന്നാൽ നബി പറഞ്ഞു കേൾക്കാതെ അവർ ചെയ്തിരുന്നെങ്കിൽ എന്തായിരുന്നു? അപ്പൊ ഇവരാവശ്യപ്പെട്ട സംഗതി, ആ പ്രവൃത്തി അവർ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ ഒരു പ്രവൃത്തി കൊണ്ട് തന്നെ എന്തായി പോകും? കാഫറായി പോകും. സഹാബത്ത് ചോദിച്ച കാര്യവും അങ്ങനെ തന്നെ. വലാകിൻ ഹാദിഹിൽ ഖിസ്സ തുഫീദു അന്നൽ മുസ്ലിമ ബലിൽ ആലിമ ഖദ് യഖഉ ഫീ അൻവാഇ മിന അശ്ശിർക്ക് ലാ യദ്രി അൻഹാ ഫതുഫീദു തഅല്ലുമ വത്തഹറുസ വമഅരിഫത അന്ന ഖൗലൽ ജാഹിലി അത്തൗഹീദു ഫഹിംനാഹു. التوحيد فهمناه أن هذا من أكبر الجهل ومكائد الشيطان. ولكن എന്നാൽ هذه القصة, ഈ സംഭവം, തുഫീദ് ഫായിദ, ഒരു ഫലം നൽകുന്നു, ഒരു ഉപകാരം നൽകുന്നു, ഫലം ചെയ്യിക്കുന്നു. എന്താ ഈ ഖിസ്സയിൽ നമുക്ക് കിട്ടുന്ന ഫായിദ എന്താണ്? അന്ന ഹാദിഹിൽ ഖിസ്സ തുഫീദു, ഈ സംഭവം നമുക്ക് ഫലം ചെയ്യുന്നു. എന്താണത്? അന്നൽ മുസ്ലിമ, ഒരു മുസ്ലിം, ബൽ മാത്രമല്ല അൽ ആലിമ, സാധാരണ മുസ്ലിം അല്ല, ബലിൽ ആലിം, ഒരു പണ്ഡിതൻ തന്നെ, ഖദ് യഖഉ, വഖഅ യഖഉ എന്ന് പറഞ്ഞാൽ അകപ്പെടുക, ഖദ് യഖഉ വഖഅ യഖഉ, വീണു, അകപ്പെട്ടു, സംഭവിച്ചു എന്നർത്ഥം. ഖദ് യഖഉ, ചിലപ്പോൾ അവൻ അകപ്പെടും, ഫീ അൻവാഇം മിന ശിർക്കി, ശിർക്കിൽപ്പെട്ട ചില ഇനങ്ങളിൽ, ലാ യദ്രി അൻഹ, ദറായദ്രി എന്ന അറിയുക, ലാ യദ്രി അൻഹ, ആ ഇനങ്ങളെ കുറിച്ച് അവൻ അറിയാതെ. അപ്പൊ ശിർക്ക് അല്ലെങ്കിൽ ശിർക്കിന്റെ ഇനങ്ങൾ, അത്തരം ശിർക്കിന്റെ ഏതെങ്കിലും ഇനങ്ങളിൽ ഒരു മുസ്ലിമോ അല്ല ആലിമായ ആള് തന്നെയോ ചിലപ്പോൾ അകപ്പെടാം. എങ്ങനെ? ലാ യദ്രി അൻഹ, അതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ. ഇതിപ്പോ എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഈ കഥയെന്ന് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാതാണ്. ഇവിടെ ഇപ്പം മൂസാ നബിനെ കുറിച്ച്, ബനി ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞു? അവർ മുസ്ലിങ്ങളാണ്, അവർക്ക് ഇൽമുണ്ട്, അവർക്ക് സലാഹുണ്ട്. അപ്പൊ ആലിമീങ്ങളും സാലിഹീങ്ങളും മുസ്ലിങ്ങളുമായ ആളുകളാണ് ശിർക്കിന്റെ അതുപോലെ അവർ സന്മാരായോടൊപ്പം നബിയോടൊപ്പം നിന്ന് പഠിച്ച ആളുകളാണ്. അപ്പൊ അവർക്കും എന്തുണ്ട്? ഇസ്ലാമുണ്ട്, ഈമാനുണ്ട്, ഇൽമുണ്ട്, സലാഹുണ്ട്, ഒക്കെ ഉണ്ട്. ഇതുള്ളതോടൊപ്പം അത്തരം ചില ആളുകൾ, ഇൽമുള്ള ആളുകൾ പോലും ചിലപ്പോൾ എന്ത് ചെയ്യാം? ശിർക്കിൽ അകപ്പെടാം. ഈ അവൻ അകപ്പെട്ട ശിർക്ക് അത് ശിർക്കിൽപ്പെട്ടതാണ് എന്നവൻ അറിയാത്തത് കൊണ്ട്, ഇല്ലേ? അതാണ് ലാ യദ്രി അൻഹ ഫതുഫീദു. അതുകൊണ്ട് ഈ കഥ നമുക്ക് അറിയിച്ചു തരുന്നു, അങ്ങനെ അകപ്പെടാതിരിക്കാൻ, ചിലപ്പോ അങ്ങനെ അകപ്പെട്ടേക്കാം. അതുകൊണ്ട് അകപ്പെടാതിരിക്കാൻ ഈ കഥയിൽ നമുക്ക് എന്താ മനസ്സിലാകുന്നത്? ഫതുഫീദു, ആ കഥ നമുക്ക് അറിയിച്ചു തരുന്നു അത്തഅല്ലുമ. എന്തിനെ? അത്തഅല്ലുമ എന്തിനെ? പഠനത്തെ അത് ഫലം ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ അൻവാഴ് ശിർക്ക് എന്ന് പറഞ്ഞാൽ അത് ശിർക്കിന്റെ ഇനങ്ങളും പഠിക്കണം. തൗഹീദ്, മൊത്തത്തിൽ തൗഹീദിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോ തൗഹീദിന്റെ ഇനങ്ങളും പഠിക്കണം. അപ്പൊ ആ ഇനങ്ങളെ കുറിച്ചും എന്തൊക്കെയാണ് അതിൽ പെടുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് അറിവുണ്ടാകണം. ഇനി അത്തരം ഒരു ശിർക്കിൽ അകപ്പെട്ടു പോകുന്നതിലെ തഹറുസ്, അതിലുള്ള സുരക്ഷിതത്വം, രക്ഷപ്പെടാനുള്ള വഴിയുടെ സൂക്ഷ്മത, അതും നമ്മൾ മനസ്സിലാക്കണം. ഹിർസ് എന്നാൽ സംരക്ഷിക്കുക, കാക്കുക എന്നൊക്കെ അർത്ഥം. തഹറുസ് എന്നാൽ രക്ഷക്കുള്ള മാർഗം സ്വീകരിക്കുക. ഹിർസ് എന്നാൽ സൂക്ഷിക്കുക, സംരക്ഷിക്കുക. തഹറുസ് എന്നാൽ തഹറുസ്, പഠനത്തെയും ആ ശിർക്കിൽ പെടുന്നതിൽ നിന്നുള്ള സുരക്ഷിതത്വത്തെയും നമ്മൾ കൈവരിക്കണം എന്നാണ് ഈ സംഭവം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ അടുത്ത സംഗതി എന്താ? മാരിഫത്ത,
ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നു മഅരിഫത്ത, ഒരു അറിവിനെ കുറിച്ച്. അന്ന ഖൗലൽ ജാഹിലി, വിവരമില്ലാത്തവന്റെ വാക്ക്, ഒരു ജാഹിലിന്റെ വാക്ക്. എന്താണ് ആ ജാഹിലിന്റെ വാക്ക്? ഇത് നമ്മളൊരു കൊട്ടേഷനിൽ വായിക്കേണ്ടതാണ്. അത്തൗഹീദു ഫഹിംനാഹു. ജാഹിൽ പറയുന്ന വാക്കാണെന്ത്? അത്തൗഹീദ്. തൗഹീദ് ഫഹിംനാഹു, അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. തൗഹീദോ നമ്മൾ മുജാഹിദ് പറഞ്ഞ അർത്ഥമല്ലേ? അത്തൗഹീദ് ഫഹിംനാഹു. തൗഹീദോ അതൊക്കെ നമുക്കറിയാം. നിങ്ങളിപ്പോ ഈ തൗഹീദിനകത്ത് നമ്മളോട് ഓതണ്ട. തൗഹീദിന്റെ കിതാബ് ക്ലാസ്സിലേക്ക് നിങ്ങൾ നമ്മൾ വിളിക്കേണ്ട. നമ്മൾ കാലം വരെ പറഞ്ഞ എന്താ? തൗഹീദാണ്. ഇപ്പൊ നമ്മളെ മറ്റേ ആൾക്കാർ പറയില്ലേ, അങ്ങനെ തന്നെ. ഇതൊക്കെ നമ്മൾ ഇത്ര കാലമായി, നൂറ്റാണ്ടായിട്ട് തൗഹീദ് വരുന്ന ആൾക്കാരാണ്, നമ്മളതിന്റെ പണിയെടുക്കുന്ന ആൾക്കാരാണ്, നമ്മളതിന്റെ ദേവത്തെടുക്കുന്ന ആൾക്കാരാണ്, നമ്മളതിന്റെ സംഘാടകനാണ്, നമ്മളെ സെക്രട്ടറികളൊക്കെ പറയും. അപ്പോ ഈ പറഞ്ഞവൻ ആരായിരിക്കും? ഓൻ എന്താണ് തൗഹീദിന്റെ ഇനം എന്നോനറിയില്ല. ശിർക്ക് എന്നറിയാം, പക്ഷെ ശിർക്കിന്റെ ഇനങ്ങൾ എന്താണ് ഓനറിയില്ല. അതിൽ രക്ഷപ്പെടാനുള്ള വഴി എന്താണ് അതോനറിയില്ല. അങ്ങനെ വിവരമില്ലാത്ത ഒരു ജാഹില് ഓൻ പറയാണ് അത്തൗഹീദ്, തൗഹീദോ ഫഹിംനാഹു, അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന വിവരം കെട്ടവന്റെ വാക്ക് അന്നഹാദ, വിവരമില്ലാത്തവന്റെ വിവരമുണ്ട് എന്ന വാക്ക് മിൻ അക്ബരിൽ ജഹിലി, ജഹിലിൽ ഏറ്റവും വലിയതിൽപ്പെട്ടതാണ്. ഏറ്റവും വലിയ ജഹിലാണ്. ജഹില് ചെറുതുണ്ട് വലുതുണ്ട്. ആ ഏറ്റവും വലിയ ജഹിലിൽപ്പെട്ടതാണ് വിവരമില്ലാത്തവൻ വിവരമുണ്ട് എന്ന് പറയാം. തൗഹീദ് അറിയാത്തവൻ എനിക്ക് തൗഹീദൊക്കെ അറിയാം എന്ന് പറയൽ എന്താണ്? വിവരക്കേടിൽ ഏറ്റവും വലിയ വിവരക്കേടാണ്. വ മക്കായിരി ശൈത്വാൻ, ശൈത്വാന്റെ കെണികളിൽ പെട്ട ഏറ്റവും വലിയ കെണിയുമാകുന്നു. മക്കീദ് എന്നാൽ കുതന്ത്രം, കെണി. മക്കായിദ് കെണികൾ, കുതന്ത്രങ്ങൾ. ഇവിടെ ഇതിനാണ് ശൈഖ് ഉസൈമീൻ കൊടുത്തൊരു വാചകം. എന്ത്? ഇന്ന ഹാദിഹിൽ ഖിസ്സ തദുല്ലു അലാ അന്നൽ ഇൻസാൻ, ഈ സംഭവം നമുക്ക് അറിയിച്ചു തരുന്നു മനുഷ്യൻ വൈൻ കാന ആലിമൻ, മനുഷ്യൻ വിവരമുള്ളവനാണെങ്കിലും ഖദ് യഖ്ഫാ അലൈഹി ബഅദുൽ അശ്യ. ഒരാൾ ആലിമാണ്, പക്ഷെ അയാൾക്ക് എല്ലാ കാര്യവും അറിഞ്ഞുള്ളതില്ല. ചിലതൊക്കെ അയാൾക്ക് എന്തായിരിക്കാം? അവ്യക്തമായിരിക്കാം. ഖദ് യഖ്ഫാ അലൈഹി ബഅദുൽ അശ്യ, ചില കാര്യങ്ങൾ അയാൾക്ക് ഗോപ്യമായിരിക്കാം. അപ്പൊ ആലിമിന് എല്ലാം അറിഞ്ഞുള്ളതില്ല, ചിലത് അയാൾക്ക് അറിയാത്തുണ്ടാകാം. അതുകൊണ്ടാണ് ഇവര് ചോദിച്ച്, ഇവർക്ക് ഇൽമുണ്ട് പക്ഷെ ഇതൊൽക്കറിയില്ല. വഹാദ യൂജിബു അലൽ ഇൻസാൻ, അതുകൊണ്ട് തന്നെ ഈ കാര്യം ഒരു മനുഷ്യനെ നിർബന്ധിക്കുന്നു. അയ്യതഅല്ലമ, അവൻ പഠിക്കണം. വയഅരിഫ, അവൻ മനസ്സിലാക്കുകയും ചെയ്യണമെന്ന്. എന്തിന്? ഹത്താ ലാ യഖഅ ഫി ശിർക്കി വഹുവ ലാ യദ്രി, അറിയാതെ ശിർക്കിൽ പെടാതിരിക്കാൻ. അപ്പൊ അറിയാതെ ശിർക്കിൽ പെട്ടുപോകാതിരിക്കാൻ എന്ത് ചെയ്യണം? ഒരാൾ പഠിക്കലും മനസ്സിലാക്കലും നിർബന്ധമാണ് എന്ന് ഈ സംഭവം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. വ അന്നഹു ഇദാ ഖാല, ഇനി അവൻ പറഞ്ഞാലോ, അനായാലം വാനാരിഫു ശിർക്ക, ഒരുത്തം പറയാം അതൊക്കെ എനിക്കറിയാം, ഞാൻ തൗഹീദ് അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, വാനാരിഫു ശിർക്ക, ശിർക്കോ അതൊക്കെ എനിക്കറിയാം എന്നൊരുത്തം പറഞ്ഞാൽ വഹുവലായ അരിഫുഹു, എങ്ങനെ? അറിയാതെ തന്നെ അവൻ പറയാൻ, ഓ അതൊക്കെ എനിക്കറിയാം, ഞാൻ പഠിച്ചതൊക്കെ വലിയ അറിവൊന്നും എന്റെ അടുത്തില്ല. അപ്പൊ നമ്മളെ ഇവിടെ പിന്നെ ഒരു സ്ഥലത്ത് പെരിന്തൽമണ്ണ ഉസൂൽ സലാത്ത ക്ലാസ് എടുത്തു. ഞാൻ 3 ആഴ്ച പോയത് പിന്നെ കണ്ടു പോയി. അപ്പൊ അവിടെ അതിലേക്ക് ക്ലാസ്സിന് വിളിച്ചപ്പോ പിന്നെ ഇങ്ങനെ കിതാബാണ്, കിതാബ് പിന്നെ ഷെയ്ഖ് മുഹമ്മദ് വഹാബിന്റെ ഉസൂൽ സലാത്താണ് പഠിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോ അതൊന്നും വേണ്ട, ഞങ്ങളതൊക്കെ പഠിച്ചിട്ടുണ്ട്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇതാരാ പറയണത്? കേരളക്കാരനല്ല, വടകൂരിയല്ല, പിന്നെ ആരാ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങളെ ഇൽമ് നമുക്ക് വേണ്ട, അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ് അതാണ്. അപ്പൊ അതുപോലെ എത്താൻ പറയാ അനാരിഫ് തൗഹീദോ ഉസൂൽ സലാത്ത് കിതാബ് തൗഹീദോ അതൊക്കെ നമുക്കറിയാം. വാനാരിഫ് ശിർക്കോ അതും എന്താ നമുക്കറിയാം, നിങ്ങളെ ഇൽമൊന്നും വേണ്ട. പക്ഷെ ഓൻ അറിയില്ല, അതാണ് വഹുവലായ അരിഫു, അറിയാതെ ഇങ്ങനെ ഒരുത്തൻ അറിയും എന്നൊരുത്തൻ പറഞ്ഞാൽ കാന ദാലിക മിൻ അഖ്തരി മാ യകൂനു അലൽ അബ്ദി, ഒരു അടിമയുടെ മേൽ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ അപകടങ്ങളിൽപ്പെട്ട ഒരു അപകടമാകുന്നു ഇത്. ഏത്? വിവരമില്ലാത്തോൻ വിവരമുണ്ട് എന്ന് പറയൽ, അറിയാത്തവൻ അറിയും എന്ന് പറയൽ. ലിഅന്ന ഹാദാ, കാരണം ഇത് ജഹ്ലുൻ മുറക്കബുൻ, ജഹ്ലിനെ രണ്ടായി തിരിച്ചത് കാണാൻ കിതാബിലൊക്കെ. ജഹ്ല് മുറക്കബ്, ജഹ്ല് ബസീത്ത്. ജഹ്ല് മുറക്കബ് എന്ന് പറഞ്ഞാൽ ഒരു വിവരവും ഇല്ലാത്തവൻ എനിക്കറിയാം എന്ന് പറയാം, ഓനെ നന്നാക്കാൻ കഴിയില്ല. മനസ്സിലായില്ലേ? വിവരമില്ലാത്തവൻ വിവരമുണ്ട് എന്ന് പറയാം, ഓൻ കേൾക്കാൻ തയ്യാറാവില്ല, പഠിക്കാൻ തയ്യാറാവില്ല, മനസ്സിലാക്കാൻ തയ്യാറാവില്ല. ജഹ്ല് ബസീത്ത് എന്നാൽ അതിനേക്കാൾ അപകടം കുറഞ്ഞതാണ്. ഓന് കാര്യത്തെ തിരിച്ചു മനസ്സിലാക്കിയവനാണ്, ഓനെ പണ്ടെടുത്താൽ എന്ത് ചെയ്യും? ഓൻ മനസ്സിലാവും. അതാണ് ലി അന്ന ഹാദാ ജഹ്ലുൽ മുറക്കബ്, കാരണം ഇത് ജഹ്ല് മുറക്കബാണ്. വൽ ജഹ്ലുൽ മുറക്കബു, ജഹ്ല് മുറക്കബ് എന്ന് പറഞ്ഞാൽ ഷർറുൻ മിനൽ ജഹ്ലിൽ ബസീത്തി, ജഹ്ല് ബസീത്തിനേക്കാൾ ഷർറാണ് എന്ത്? ജഹ്ല് മുറക്കബ്. ലി അന്നൽ ജാഹില ജഹ്ലൻ ബസീത്തൻ, എന്നിട്ട് വിശദീകരിക്കുകയാണ്.
ജഹില് ബസീത്തായ ഒരുത്തൻ യതഅല്ലമു അവൻ പഠിക്കാൻ തയ്യാറാവും വയന്തഫിഉ ബി ഇൽമിഹി പഠിച്ച ഇൽമു കൊണ്ട് അവൻ ഉപകാരമെടുക്കുകയും ചെയ്യും. വഅമ്മൽ ജാഹിലു ജഹിലൻ മുറക്കബൻ എന്നാൽ ജഹില് മുറക്കബായ ഒരുത്തൻ ഫഇന്നഹു യദുന്നു അവൻ വിചാരിക്കും നഫ്സഹു അവനെ കുറിച്ച് ആലിമൻ. നമ്മള് ആരാണ്? ആലിമാണ്. നമ്മളെക്കാൾ വലിയ വിവരം പിന്നെ ആർക്കാ? ഇപ്പൊ അമ്മോട് ഞങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വിവരല്ലാതെ വിവരണ്ട് എന്ന് മനസ്സിലാക്കുന്നവൻ ഓൻ പഠിക്കാൻ തയ്യാറാവില്ല. മറ്റോനോ വിവരല്ല എന്ന് വിചാരിക്കുന്നത് ഓൻ അറിവുണ്ടെന്ന് ഓൻ അറിയാം, അല്ലെ ഞാൻ മനസ്സിലാക്കി തിരിച്ചാണെന്ന് ഓൻ അറിയാം, ഓൻ പഠിക്കാൻ തയ്യാറാവും, ഓൻ പറഞ്ഞാൽ കേൾക്കും. മറ്റവന്റെ വിചാരം തന്നെ എന്താ? ഞാൻ തന്നെ ആലിമാണ്, പിന്നെന്ത് പഠിക്കാൻ? അപ്പോൾ ഓനോട് പറഞ്ഞു കാര്യമില്ല, നന്നാവില്ല. വഹുവ അമൽ ജാഹിൽ ജഹില മുറക്കബൻ ഫൈനഹു യദുന്നു നഫ്സഹു ആലിമൻ വഹുവ ജാഹിൽ വിവരല്ലാത്തവനായിക്കൊണ്ട് തന്നെ അവൻ വിചാരിക്കുന്നത് ഞാൻ ആലിമാണ് എന്നാണ്. ഫയസ്തമിറു ഫീമാ ഹുവ അലൈഹി മിനൽ അമലിൽ മുഖാലിഫി ലിശ്ശരീഅ മതനിയമത്തിന് വിരുദ്ധമായ ഏതൊരു പ്രവർത്തനത്തിലാണോ ഇപ്പോൾ അവൻ നിലകൊള്ളുന്നത് അതിൽ തന്നെ യസ്തമിറു അവൻ സ്ഥിരമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അവൻ അതിൽ മാറൂല. കാരണം എന്താ? അവന്റെ വിശ്വാസം എനിക്കിതൊക്കെ അറിയാനാണ്. അപ്പോ അറിയാതെ അറിയാം എന്ന് നടിക്കുന്നവനാണ് ഏറ്റവും വലിയ അപകടകാരി. ആരേക്കാൾ? മറ്റവനേക്കാൾ, തെറ്റായി മനസ്സിലാക്കിയവനേക്കാൾ. അല്ലെങ്കിൽ അവർ അറിവില്ലാന്നറിയാം, അത് പഠിക്കാൻ അവന് വിവരക്കേടുണ്ട്, പക്ഷെ അത് അവന് ബോധ്യമുണ്ട്. നമ്മള് ഇന്ന ഒക്കെ മരിച്ച കുഞ്ഞാലി മദനുണ്ട്. നമ്മളെ കുറ്റിപ്പുറ സമ്മേളനത്തിന്റെ സമയത്ത് പിന്നെ ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു. കുഞ്ഞാലി മദനി അയാൾ പറയും, ഇടോ വിവരല്ല എന്ന് മനസ്സിലാക്കുക അതൊരു ഇൽമാണ്. ക്ലാസ്സിൽ ഇങ്ങനെ ചിലപ്പോൾ കൂട്ടുകൊണ്ട് വിവരല്ല എന്ന് മനസ്സിലാക്കല് അതൊരു ഇൽമാണ്. എനിക്ക് അറിയില്ല എന്നൊരുത്തൻ തിരിഞ്ഞാൽ അതൊരു ഇൽമ. എനിക്ക് ഒന്ന് മനസ്സിലായില്ല എന്ന് തോന്നിയാൽ മതി, അതൊരു ഇൽമാണ്. അത് തിരിയാണെന്നാലോ അത് അപകടമാണ്. അപ്പൊ അതന്നെ ഈ പറഞ്ഞത്. അപ്പോ ഇതാണ് നമ്മളെ പലരുടെയും സ്ഥിതി. ഏത്? വിവരല്ലാതെ വിവരമുണ്ട് എന്ന് വാദിക്കുക, അല്ലെങ്കിൽ വിവരമുള്ളവരോട് നടിക്കുക. വിവരല്ലാതെ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പറയേണ്ടത് വിവരക്കേട് കൊണ്ട് വളമ്പാൻ പോവുക. അപ്പൊ എന്തുണ്ടാവും? അതിൽ വലിയ അപകടം ഉണ്ടാവും. അപ്പോ അത് ഏറ്റവും വലിയ അപകടമാണ്. അത് അപകടമാണെന്നല്ല, പിന്നെന്താണ്? ഏറ്റവും വലിയ അപകടമാണ്. ശൈത്താന്റെ ഏറ്റവും വലിയ കെണിയാണ് അറിയാത്തത് അറിയുമെന്ന് വാദിക്കൽ, അറിയാത്തവൻ അറിവുള്ളവനാണെന്ന് നടിക്കൽ. അതാണ് അവിടെ പറഞ്ഞത്. ഈ ഒരു കാര്യം കൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം അതുകൊണ്ടാണല്ലോ അറിവില്ലായ്മ കൊണ്ട് ആണ് എന്ത് ചെയ്തത് വലിയ അപകടത്തിൽ, അല്ലെങ്കിൽ അപകടത്തിലേക്ക് എത്താവുന്ന വാക്ക് പറഞ്ഞത്. തുഫീദു നമുക്ക് അറിയിച്ചു തരുന്നു. ഇതൊക്കെ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? ഈ ബനി ഇസ്രായേലിയരുടെ സംഭവവും ധാത്തു അൻവാത്ത് ആവശ്യപ്പെട്ട ആളുകളുടെ സംഭവം കുറിച്ച് പറയണം. ആ കഥ തുഫീദു അത് നമുക്ക് അറിയിച്ചു തരുന്നു. ഐലൻ വീണ്ടും അന്നൽ മുസ്ലിമ ഒരു മുസ്ലിം ഇദാ തകല്ലമ ബി കലാമി കുഫ്രിൻ കുഫ്റിന്റെ ഒരു വാക്ക് അവൻ പറഞ്ഞാൽ വഹുവ ലാ യദ്രി എങ്ങനെ? അവൻ അറിയാതെ കുഫ്റിന്റെ ഒരു വാക്ക് അവൻ പറഞ്ഞാൽ, ഇവരിപ്പം അറിഞ്ഞിട്ട് എതിര് പറഞ്ഞതല്ല, പിന്നെന്താണ്? അറിയാതെ പറഞ്ഞതാണ്. നുബ്ബിഹ അലാ ദാലിക നബ്ബഹ എന്ന ഉണർത്തുക. ഇവിടെ നുബ്ബിഹ ഉണർത്തപ്പെട്ടു. വിവരല്ലാതെ കുഫറിന്റെ വാക്ക് പറഞ്ഞ ഒരുത്തൻ ഫനുബ്ബിഹ അലാ ദാലിക ആ കാര്യത്തെക്കുറിച്ച് അവൻ ഉണർത്തപ്പെട്ടു എന്നാണ് അവനോട് വേറത്തെ പറഞ്ഞു കൊടുത്തു, ഈ പറഞ്ഞത് ശരിയല്ല, ഇത് കുഫറിന്റെ വാക്കാണ് എന്ന് അവനോട് ഉണർത്തിയാൽ നബ്ബഹ യുനബ്ബിഹു തംബീഹ്. ഇപ്പൊ എന്താണ് വാട്സാപ്പിൽ എന്തൊരു ക്ലാസ് ഉണ്ടല്ലോ, തംബീഹുൽ, ഞാൻ കേട്ടില്ല, തംബീഹുൽ ഉമ്മ അല്ലെ? അതാ സമുദായത്തെ ഉണർത്തുക. നബ്ബഹ യുനബ്ബിഹു തംബീഹാണ്. ഫനുബ്ബിഹ അറിയാതെ കുഫറിന്റെ വാക്ക് പറഞ്ഞ ഒരുത്തൻ ഫനുബ്ബിഹ അവൻ ഉണർത്തപ്പെട്ടു അലാദാലിക്ക ആ കാര്യത്തെ സംബന്ധിച്ച് എന്നാൽ വേറെ തന്നോട് പറഞ്ഞു കൊടുത്തു ഇത് ശരിയല്ല. ഫതാബ അങ്ങനെ ഉണർത്തിയപ്പോൾ അവരെന്ത് ചെയ്തു? അത് സ്വീകരിച്ചു. ഫതാബ എന്നിട്ട് അവൻ പശ്ചാത്തപിച്ചു. മിൻ സാഅതിഹി അതേ സമയത്ത് തന്നെ, അപ്പോൾ തന്നെ. അവൻ അറിയാതെ പറഞ്ഞതാണ്, പക്ഷെ ഒരാൾ ഉണർത്തി കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? ഫതാബ മിൻ സാഅതിഹി ആ സമയത്ത് തന്നെ, ഉടനെ തന്നെ അവൻ പശ്ചാത്തപിക്കുകയും ചെയ്തു. എങ്കിൽ അന്നഹു ലാ യക്ഫുർ അവനെന്താവൂല? കാഫറാവുകയില്ല. അതാണ് ഇപ്പൊ ഇവർക്ക് പറ്റിയത്. ഈ ബനി ഇസ്രായേലിൽ ഈ ആളുകൾക്കും ധാത്ത് അൻവാത്ത് ചോദിച്ച ആളുകൾക്കും പറ്റിയതാണ്. അവർക്ക് കുഫറിന്റെ വാക്ക് അവർ പറഞ്ഞു, പക്ഷെ അപ്പം തന്നെ പ്രവാചകന്മാർ തിരുത്തി കൊടുത്തു പശ്ചാത്തപിച്ചപ്പോൾ ലാ യക്ഫുർ പറ്റില്ല. കമാ ഫഅല ബനു ഇസ്രായേല ബനു ഇസ്രായേൽക്കാർ ചെയ്തതുപോലെ. വല്ലദീന സഅലൂ അന്നബിയ്യു എന്നാണ് നിങ്ങളെ കോപ്പിയിലുള്ളത്, അവിടെ നബിയ്യ എന്നാക്കണം. വല്ലദീന സഅലൂ അന്നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച ആളുകളും, ചോദിച്ച ആളുകൾ ധാത്ത് അൻവാത്ത് ചോദിച്ച ആളുകളും. അപ്പൊ അവര് കുഫറിന്റെ വാക്ക് പറഞ്ഞു, കുഫറിന്റെ ചോദ്യം ചോദിച്ചു, പക്ഷേ പ്രവാചകൻ തിരുത്തി കൊടുത്തു. അപ്പൊ അവർ പശ്ചാത്തപിച്ചു. അപ്പോ ഉടനെ തിരുത്തിയാൽ എന്താണ്? കാഫറാവൂല. വതുഫീദു
ഐളൻ, ഈ സംഭവം വീണ്ടും നമുക്ക് അറിയിച്ചു തരുന്നു, അന്നഹു ലൗ ലം യക്ഫുർ ഫഇന്നഹു യുഗല്ലദു അലൈഹിൽ കലാമു തഗ്ലീദൻ ശദീദൻ കമാ ഫഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വിവരക്കേട് കൊണ്ടാണ് ഒരുത്തൻ അത് പറഞ്ഞത്. ആ വിവരക്കേട് കൊണ്ട് പറഞ്ഞതുകൊണ്ട് അവൻ കാഫറാവുകയില്ല എങ്കിൽ പോലും ആര് പറയണത് ഇത് അന്നഹു ലൗ ലം യക്ഫുർ, അവൻ കാഫറായിട്ടില്ല എങ്കിലും. എന്തുകൊണ്ട്? ഈ പറഞ്ഞ വാക്കുകൊണ്ട്. കുഫറാകുന്ന വാക്കാണോ പറഞ്ഞത്, പക്ഷെ അവൻ പറഞ്ഞത് എന്തുകൊണ്ടാ? അറിയാതെ പറഞ്ഞു. അറിയാതെ ഒരു വാക്കാൻ പറഞ്ഞു, പക്ഷെ അവൻ അറിയാതെയാണ് പറഞ്ഞത് എങ്കിൽ പോലും ലൗ ലം യക്ഫുർ, അവൻ കാഫറായിട്ടില്ല എങ്കിൽ പോലും ഫഇന്നഹു യുഗല്ലദു അലൈഹിൽ കലാമു, ഗല്ലദനാൽ ഗലീലായത് പരുഷമായി പറയുക, യുഗല്ലദു അലൈഹി അവനോട് രൂക്ഷമായി പറയപ്പെടണം. ഗലീൽ എന്നാൽ പരുക്കന്നാണ്. യുഗല്ലദു അലൈഹി അവന്റെ മേൽ പരുഷമായി പറയപ്പെടണം അൽ കലാമു വാക്ക്, തഗ്ലീദൻ ശദീദൻ കഠിനമായ പാരുഷ്യത്തോടുകൂടി. അങ്ങനെ അയഞ്ഞ് മയത്തിൽ എണ്ണ തേച്ച് പറയേണ്ട അർത്ഥം. പിന്നെ എന്താണ്? വളരെ കർക്കശമായി കണിശമായി തന്നെ അവരോട് പറയണം. പറഞ്ഞത് എന്താണ്? ഇത് ഏറ്റവും വലിയ അപകടമാണ് എന്ന് കർശനമായി അവരോട് പറയണം. കമാ ഫഅല റസൂലുള്ളാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതുപോലെ. അതെന്താ? നബിയോട് പറഞ്ഞില്ല, നിങ്ങൾ പറഞ്ഞത് ശരിയായില്ല എന്നല്ല. പിന്നെന്താണ്? വലിയ വിവരമില്ലാതെ പറഞ്ഞതാണെന്ന് നബിക്കറിയാം, പക്ഷെ നബി അത് ലാഘവത്തോടു കൂടി കണ്ടില്ല. പിന്നെന്താണ്? ഇത് എന്താണ്? ബനീ ഇസ്രായേലിയർ ഇജ്അൽ ഇലാഹൻ എന്ന് പറഞ്ഞതുപോലെയാണ് നിങ്ങളുടെ ഈ വാക്ക്. എന്താ? അത്രക്ക് ഗൗരവമേറിയതാണ്. നിങ്ങളൊരു മരാണ് ചോദിച്ചത്, പക്ഷെ അത് ഇലാഹിനെ ചോദിക്കുന്നത് തുല്യമാണ് എന്ന് അതിന്റെ മേലുള്ളതിനോട് ചേർത്തുകൊണ്ട് അവരെ ശക്തമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് ചെയ്തു. മുഴക്കില്ലേ? വലിൽ മുശ്രിക്കീന ശുബ്ഹത്തുൻ നുഖ്റ യഖൂലൂൻ, മുശ്രിക്കുകൾക്ക് വേറെയും ഒരു സംശയമുണ്ട്. ശുബ്ഹത്തുൻ നുഖ്റ, വേറെ ഒരു സംശയമുണ്ട്. യഖൂലൂൻ, അവർ പറയുന്നു, ഇന്നൻ നബിയ്യ, അവിടെ നബിയ്യു എന്നുള്ളത് നബിയ്യ എന്നാക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം അൻകറ അലാ ഉസാമ ഖത്ല മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽഹംദുലില്ലാഹ് വഖാല ലഹു അഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വകദാലിക ഖൗലുഹു ഉമിർതു അൻ ഉഖാതില الناس حتى يقولوا لا اله الا الله واحاديث اخرى في الكف عمن قالها ومراد هؤلاء الجهله أن من قالها لا يكفر ولا يقتل ولو فعل ما فعل. എന്താ ഖുറാബിന്റെ സംശയം? ഫഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻകറ അലാ ഉസാമ, ഉസാമയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻകറ ഇൻകാർ ചെയ്തു, വിലക്കി, എതിർത്തു. എന്തിനെ? ഖത്ല മൻ ഖാല, ഖത്ല കൊന്നതിനെ, ഖത്ല യഖ്തുലു ഖത്ൽ കൊന്നതിനെ എതിർത്തു. ആരെ കൊന്നത്? മൻ ഖാല പറഞ്ഞവനെ. എന്ത് പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവനെ കൊന്നതിനെ ഉസാമയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കി, അല്ലെങ്കിൽ ഇൻകാർ ചെയ്തു, അതിനെ നിഷേധിച്ചു എന്ന കാര്യം. വഖാല ലഹു, നബി അദ്ദേഹത്തോട്, ഉസാമ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അഖതൽതഹു അവനെ നീ കൊന്നോ? ബഅദമാ ഖാല അവൻ പറഞ്ഞതിന് ശേഷം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷം ആ പറഞ്ഞ ആളെ നീ കൊന്നുവോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാപിയുടെ സംശയം. എന്താ പറഞ്ഞത്? സംഭവം അറിയില്ലേ? യുദ്ധത്തിൽ എന്ത് ചെയ്തു? ഉസാമയും വേറെ ഒരു അൻസാരിയും കൂടി, ഒരുപാട് ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള വിഷയമാണ്. അവിടെ എന്ത് ചെയ്തു? യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് ഏകദേശം വിജയത്തോടടുക്കുന്നു, ശത്രുക്കൾക്ക് പരാജയമാണ്. അത്തരം ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്തു? ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളെ മറ്റേ ആള് അൻസാരി സഹായിച്ചു കൊടുത്തു. ഉസാമ വെട്ടിയാളെ കൊന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഈ കേസ് വിഷയെത്തി. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമയോട് ചോദിക്കാൻ, നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്? അപ്പൊ ഉസാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവൻ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. ഏത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ എന്ത് ചെയ്യൂല? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ എന്താണ്? അവന്റെ രക്തവും ധനവും സുരക്ഷിതമാണെന്നാണല്ലോ. അല്ലെങ്കിൽ യുഹില്ലു എന്ന് പറഞ്ഞില്ലേ? അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ തൽക്കാലം വാളിന്ന് രക്ഷപ്പെടാം, അല്ലെങ്കിൽ എന്നെ വെട്ടും എന്ന് വിചാരിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അവനെ വെട്ടിയത് എന്നാര് പറഞ്ഞു?
ഉസാമ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു. അപ്പൊ ആ മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ടില്ല. മാത്രവുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ആവർത്തിച്ച് ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു. എന്തിനാണ് നീ അങ്ങനെ പറഞ്ഞത്, എന്തിനാണ് നീ അങ്ങനെ ചെയ്തത്, എന്തിനാണ് അങ്ങനെ ചെയ്തത്. എന്നിട്ട് ചില ഹദീസുകളിൽ കാണാം, നിനക്ക് അവന്റെ ഹൃദയം കീറി നോക്കിയോ, അലാ ശഖഖ്ത ഖൽബ, അവന്റെ ഹൃദയം നീ കീറി നോക്കിയോ, അവൻ അത് എന്തിനാണ് പറഞ്ഞത്, രക്ഷപ്പെടാൻ മനസ്സ് തട്ടി പറഞ്ഞതാണോ എന്ന് അവന്റെ ഹൃദയം നീ കീറി നോക്കിയിട്ടുണ്ടോ. ഹൃദയം കീറി നോക്കാണ്ട് ഹൃദയത്തിലുള്ളത് പറയാൻ പറ്റുമോ? അപ്പൊ ഉസാമ പറഞ്ഞത് ശരിയായില്ല എന്ന് നബി എന്ത് ചെയ്യാണ്, ഉസാമയെ കുറിച്ച് ആക്ഷേപിച്ച് പറയാൻ. ഉസാമ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ഹിബ്ബു റസൂലില്ല എന്നറിയപ്പെട്ട ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് ഉസാമ. ഉസാമയെ കുറിച്ചും ബാപ്പ സെയ്ദിനെ കുറിച്ചും ഹദീസുകളിൽ കാണാം ഹിബ്ബു റസൂലില്ല എന്നറിയപ്പെട്ടത്, നബിന്റെ പ്രിയപ്പെട്ടവൻ എന്നാണ് ബാപ്പയും മോനും അറിയപ്പെട്ടത്. അപ്പൊ നബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് ആര്, ഉസാമ. ആ ഉസാമയോടാണ് നബി എന്ത് ചെയ്തത്, ഇത്ര ഗൗരവത്തിൽ ചോദിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു ഹദീസ് കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമയോട് ചോദിച്ചത്, നാളെ പരലോകത്ത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് വന്നാൽ ഉസാമയെ നീ എന്ത് ചെയ്യും? ഈ ഉസാമ കൊന്ന ആളും പരലോകത്തുണ്ടാവും, ഉസാമയുണ്ടാവും, ഇവൻ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹയും ഇവിടെ ഉണ്ടാവും, പരലോകത്തുണ്ടാവും. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് നാളെ പരലോകത്ത് വന്നാൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിനോട് നിനക്കെന്ത് ചെയ്യാനുണ്ടാകും എന്ന ഇത് നബി ഇങ്ങനെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ ആവർത്തിച്ച് ചോദിച്ചപ്പോ ഉസാമ റളിയല്ലാഹു അൻഹു പറയുന്നതായി ഹദീസിൽ കാണാം, ഞാൻ ഇതിനു മുമ്പ് മുസ്ലിം ആകാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഞാൻ അന്ന് മുസ്ലിം ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ നേരത്തെ മുസ്ലിം ആയതുകൊണ്ടാണ് ഇങ്ങനെ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞൊരുത്തരെ വെട്ടേണ്ടി വന്നത്, നബി ഈ ആവർത്തിച്ചുള്ള ചോദ്യം ചോദിച്ച് ഞാൻ കേൾക്കേണ്ടി വന്നത്. അപ്പൊ ഉസാമ അങ്ങനെ ആലോചിക്കാൻ, നാളെ പരലോകത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ മുസ്ലിമാണല്ലോ, ആ മുസ്ലിമിനെ ഞാൻ വെട്ടി, അപ്പൊ ഒരു മുസ്ലിമിനെ കൊന്നവനല്ലേ ഞാൻ, എന്തായിരിക്കും അള്ളാഹുവിന്റെ മുമ്പിന്റെ സ്ഥിതി എന്നിങ്ങനെ അതിന്റെ ആ ഗൗരവത്തെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഉസാമ പറയുന്നത്, ഞാൻ അന്ന് മുസ്ലിം ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ ആലോചിച്ചു പോയി. അതിന്റെ മുമ്പ് മുസ്ലിം ആകണ്ട, അന്നാണ് മുസ്ലിം ആയതെങ്കിൽ ഇങ്ങനെ അനുഭവം ഉണ്ടാവില്ല. അത്രത്തോളം ഉസാമ മാനസികമായി വേദനിക്കാൻ, പശ്ചാത്തപിക്കാൻ മാത്രം എന്ത് നബി ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഖുറാഫി ഉന്നയിക്കുന്ന എന്തിനാ, ഖുറാഫിയോട് ഉന്നയിക്കുന്ന എന്തിനാ, ഇവരുടെ സംശയമല്ലപ്പത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ ആരായി, മുസ്ലിമായി. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരുത്തരെ വെട്ടിയതിനെ ആണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര ശക്തമായി രൂക്ഷമായി വിമർശിച്ചത്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവരെന്തായി, മുസ്ലിമായി. അതങ്ങോട്ടവൻ തെളിവാക്കേണ്ടത്, ഞങ്ങളും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഞങ്ങളെ നിങ്ങൾ ഗാഫറാക്കിയാൽ ഉസാമയോട് ചോദിച്ച ചോദ്യം ആണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഇല്ലേ? അപ്പോ ഞങ്ങളും ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച ആളുകളാണ്. വകദാലിക ഖൗലുഹു, അതുപോലെ നബിന്റെ വേറൊരു ഹദീസ്, ഉമിർതു, ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അൻ ഉഖാതില, ഞാൻ യുദ്ധം ചെയ്യുവാൻ, അന്നാസ, ജനങ്ങളോട്, ഹത്താ യഖൂലു, അവർ പറയുന്നത് വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ജനങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുവോളം അവരോട് യുദ്ധം ചെയ്യണം എന്നാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടത്. ഉമിർതു, ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അൻ ഉഖാതില നാസ്, ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ, ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് വരെ. അതിന്റെ അർത്ഥം എന്താ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനോട് എന്ത് ചെയ്യാൻ പാടില്ല, യുദ്ധം ചെയ്യാൻ പാടില്ല. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ ആരായി, മുസ്ലിമായി. ഞങ്ങളും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളും മുസ്ലിമാണ്. അപ്പൊ ഈ രണ്ട് സംഭവം. വഅഹാദീസു ഉഖ്റ, ഇതുപോലുള്ള വേറെയും ഹദീസുകൾ ആര് പറയുന്നു, ഖുറാഫികൾ സംശയമായി പറയുന്നു. വഅഹാദീസു ഉഖ്റ, വേറെയും ഹദീസുകൾ അവർ പറയുന്നു. ഏതാണ് ഹദീസ്, എന്തിനെ കുറിച്ചുള്ള ഹദീസാണ്, ഫിൽ കഫി അമ്മൻ ഖാലഹ, കഫ എന്ന മതിയാക്കുക, തടയുക, ഫിൽ കഫി തടയുന്നതിനെ കുറിച്ച് പറയുന്ന ഹദീസ്, അമ്മൻ ഒരുത്തനെ, ആരാണവൻ, ഖാലഹ അവൻ അത് പറഞ്ഞിരിക്കുന്നു, ഖാലഹ എന്ന ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, മനസ്സിലായോ? അമ്മൻ ഖാലഹ എന്ന അമ്മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനെ എന്ത് ചെയ്യണം, കഫ്, അവനിൽ നിന്ന് തടയുക എന്നാൽ, അല്ലെങ്കിൽ അവനെ കഫ എന്ന അവനെ സംരക്ഷിക്കുക, അവനിൽ നിന്ന് തടയുക എന്നാ അവനെ വെട്ടാനോ കുത്താനോ യുദ്ധം ചെയ്യാനോ ആക്രമിക്കാനോ ഒന്നും പാടില്ല, അവനെ സംരക്ഷിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനെ സംരക്ഷിക്കണം എന്ന് പറയുന്ന മറ്റ് ഹദീസുകളും ഇവർ തെളിവായി പറയുന്നു. വ മുറാദു ഹാഉലാഇൽ ജഹല, എന്നിട്ട് ശേഖ് പറയാണ് എന്ത്, വ മുറാദു ഉദ്ദേശം, ഹാഉലാഇൽ ജഹല, ഈ ജാഹിലുകളുടെ, ജാഹിലിന്റെ ജംആണെന്ത്,
ജഹലത്ത്, വിവരമില്ലാത്തവർ. ഇപ്പൊ കാത്തിബ് എഴുതുന്നവൻ, കതബ, കതബ എന്ന് പറഞ്ഞാൽ എഴുത്തുകാർ. അതേപോലെ ജാഹിൽ, ജഹല. വ മുറാദു ഹൗലഇൽ ജഹല, ഈ വിവരദോഷികളുടെ ഉദ്ദേശം എന്താ? ഉദ്ദേശം അന്നമൻ ഖാലഹ, അന്നമൻ ഖാലഹ എന്ന അന്നമൻ ഖാല ഇലാഹ ഇല്ലാ, അവൻ കാഫിറാക്കപ്പെടുകയില്ല. വലാ യുഖ്തലു, അവൻ കൊല്ലപ്പെടുകയുമില്ല. വലൗ ഫഅല, അവൻ പ്രവർത്തിച്ചാൽ മാ ഫഅല, പ്രവർത്തിച്ചതൊക്കെ. എന്നാൽ അവൻ എന്ത് ചെയ്താലും ശരി, ആ ഉദ്ദേശം. വലൗ ഫഅല മാ ഫഅല, അവൻ എന്ത് ചെയ്താലും, നമ്മൾ നേരത്തെ പറഞ്ഞ ആ വാക്കാണ് വലൗ ഫഅല മാ ഫഅല, അവൻ പ്രവർത്തിച്ചതൊക്കെ പ്രവർത്തിച്ചാലും, അവൻ ചെയ്തതൊക്കെ ചെയ്താലും ശരി, അവൻ കൊല്ലപ്പെടുകയോ അവൻ കാഫറാക്കപ്പെടുകയോ ഇല്ല എന്നാണ് ഈ ഹദീസുകളുടെയും സംഭവങ്ങളുടെയും ഉദ്ദേശം. എന്താണ് ഈ വിവരം കെട്ടവർ ഉദ്ദേശിക്കുന്നത്, മനസ്സിലാക്കുന്നത്? അപ്പൊ തെളിവാക്കണ അതിനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ മുസ്ലിമാണ്, ഓനന് എന്ത് ചെയ്താലും എന്താവൂല, കാഫറാവൂല. കാരണം അങ്ങനെ വകുപ്പില്ല. അപ്പൊ ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ മുശ്രിക്കല്ല, ഞങ്ങളും കാഫറല്ല. അപ്പൊ ഇതുപോലുള്ള തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് അവർ പറയുന്നു, അങ്ങനെയൊക്കെ നബി ഉസാമയെ എതിർത്തില്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരോട് യുദ്ധം ചെയ്യാൻ പാടില്ല, അത് പറയുന്നത് വരെയാണ് യുദ്ധം ചെയ്യേണ്ടത് എന്ന് നബി. തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവന്റെ സമ്പത്തും ധനവുമെല്ലാം സുരക്ഷിതമാണ്, അത് സംരക്ഷിക്കപ്പെടണം, അത് അനുവദനീയമല്ല എന്ന് നബി പറഞ്ഞിട്ടില്ലേ? അത്തരം ഹദീസുകൾ ഇവർ ഉദ്ധരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോ പിന്നെ കാഫറാക്കാൻ പറ്റൂല, അവനോട് യുദ്ധം ചെയ്യാൻ പറ്റൂല, എന്ത് ചെയ്താലും ശരി. ഫയുഖാലു ലിഹഉലഇൽ ജഹല, ആ പാരഗ്രാഫ് വെച്ച് നിർത്താം, അവിടെ ഈ വിഷയം അവസാനിക്കാൻ. നന്നായി ഈ സംശയത്തിന് മറുപടി. ഫയുഖാലു ലിഹഉലഇൽ ജഹല, ഈ വിവരദോഷികളോട് പറയാം. ഫയുഖാലു, അപ്പോൾ പറയപ്പെടാം, അല്ലെങ്കിൽ അവനോട് പറയാം. എന്ത്? ലിഹഉലഇൽ ജഹല, ഈ വിവരദോഷികളോട് പറയാനുള്ള മറുപടി അതെന്താ? മഅലൂമുൻ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതലൽ യഹൂദ വസബാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. മഅലൂമുൻ, അറിയപ്പെട്ട കാര്യമാണ്. അലിമ അറിഞ്ഞു, മഅലൂം അറിയപ്പെട്ടത്, അറിയപ്പെട്ട സംഗതിയാണ്. അന്ന റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതലൽ യഹൂദ, യഹൂദന്മാരോട്, യഹൂദനാൽ ജൂതൻ അല്ല, ജൂതർ ബഹുവചനൻ, യഹൂദിയുൻ എന്നാൽ യഹൂദിയുൻ ഒരു ജൂതൻ, യഹൂദനാൽ ജൂതന്മാർ. ഖാതലൽ യഹൂദ, ജൂതന്മാരോട് നബി യുദ്ധം ചെയ്തു. വസബാഹും, സബാന ബന്ധനസ്ഥരാക്കുക. വസബാഹും, അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധനസ്ഥരാക്കുകയും ചെയ്തു. വഹും യഖൂലൂന, അവർ പറയുന്നവരായിരിക്കെ, വഹും ആര്? ജൂതന്മാർ ആയിരിക്കെ, യഖൂലൂന അവർ പറയുന്നവരായിരിക്കെ, അവിടെ വാവ് ഹാലിനാണ്, ആ അവസ്ഥ സൂചിപ്പിക്കാനാണ്. എന്ത് പറയുന്നവരായിരിക്കെ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരായിരിക്കെ ജൂതന്മാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്യുകയും അവരെ തടവുകാരായി പിടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് അവരോട് പറയാനുള്ള മറുപടി. അപ്പൊ വാദം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോൻ മുസ്ലിമാണ്, ഓൻ പിന്നെന്താവൂല, എന്ത് ചെയ്താലും കാഫറാവൂല എന്നാണ് നിങ്ങളുടെ വാദം. അതിനുള്ള മറുപടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ചോദിച്ചിട്ടുണ്ട്. കാരണം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് പോലെ ആരായി? കാഫറായി, മുശ്രിക്കായി. അതെന്താ? ഉസൈറിനെ അവർ ആരാധിച്ചു. ഉസൈർ അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് ക്രിസ്ത്യാനികൾ ഈസനെ കുറിച്ച് പറഞ്ഞതുപോലെ യൂതന്മാര് വിശ്വസിച്ചു. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച ആളുകൾ ആ ആശയത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചപ്പോൾ ഒരു ഇതായിട്ടുണ്ട്, കാഫറായിട്ടുണ്ട്. വഅന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ഖാതലൂ, അവർ യുദ്ധം ചെയ്തിട്ടുണ്ട്. ബനി ഹനീഫ, ബനു ഹനീഫക്കാരോട്. ആരാ ബനു ഹനീഫക്കാർ? കഴിഞ്ഞ മാസം വായിച്ച അല്ല, അത് ബനു ഉബൈദുൽ ഖദ്ദാഹാണ്. ഇതാരാ ബനു ഹനീഫ? കഴിഞ്ഞ മാസം വായിച്ച മുസൈലിമന്റെ ആളുകൾ, സഹാബികൾ. ഖാതലൂ ബനി ഹുനൈഫ, ബനു ഹനീഫക്കാരോട്, അതായത് മുസൈലിമയുടെ ഗോത്രക്കാരോട്, മുസൈലിമയെ അംഗീകരിച്ച ആളുകളോട് സഹാബത്ത് യുദ്ധം ചെയ്തു. വഹും, ആ ആളുകൾ യശ്ഹദൂന, അവർ സാക്ഷ്യപ്പെടുത്തുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഈ രണ്ടും അവർ അംഗീകരിക്കുന്നു. വയുസല്ലൂന, അവർ നമസ്കരിക്കുന്നു. അവിടെ വയുസല്ലൗന എന്നുള്ളത്, യുസല്ലൂ നാക്കണം, ഇല്ല എന്നുള്ളത് ലൂ നാക്കണം, ലമ്മാക്കണം. വയുസല്ലൂന, അവർ നമസ്കരിക്കുന്നു. വയദ്ദഊന, അവർ വാദിക്കുകയും ചെയ്യുന്നു. അൽ ഇസ്ലാമ, എന്താണെന്ന്? ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് വാദിക്കുകയും ചെയ്യുന്നു. അപ്പോ മുസ്ലിങ്ങളാണെന്ന് പറയുന്ന, നമസ്കരിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊക്കെ അംഗീകരിച്ച ബനു ഹനീഫക്കാരോട് എന്ത് ചെയ്തു?
സഹാബത്ത് യുദ്ധം ചെയ്തു. അപ്പൊ സഹാബത്ത് ഏകോപിച്ചെടുത്തൊരു തീരുമാനമാണ്. ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സഹാബത്ത് മുസ്ലിങ്ങളെ കാഫറാക്കുമോ? കാഫറാക്കുകയില്ല. അപ്പൊ പിന്നെ ഇവരെന്തിനും ലായലായെന്ന് പറഞ്ഞവരോട് എന്തിനാ യുദ്ധം ചെയ്തത്? ലായലായെന്ന് അംഗീകരിച്ചു മാത്രമല്ല, മുഹമ്മദ് റസൂലിനെ അംഗീകരിച്ചു, മറ്റ് അർക്കാനുകൾ അംഗീകരിച്ചു. എന്നിട്ട് എന്തുകൊണ്ട് യുദ്ധം ചെയ്തു? മുസൈലിമ നബിയാണെന്ന് വാദിച്ചു, അതിനെ പിന്നാലെ ആലിക്ക. അതുപോലെ തന്നെ അല്ലദീന ഹറഖഹും, അല്ലദീന ഒരു കൂട്ടർ, ഹറഖഹും അവരെ കരിച്ചു കൊന്നു, അലി ഇബ്നു അബി ത്വാലിബ്, അലി റളിയല്ലാഹു അൻഹു ബിന്നാരി, തീ കൊണ്ട്. അതാരാ? നേരത്തെ പറഞ്ഞ അലി റളിയല്ലാഹു അൻഹുവിനെ എന്ത് ചെയ്തു? അദ്ദേഹത്തെ മനുഷ്യൻ എന്ന പദവിയിൽ നിന്ന് അള്ളാഹുവിന്റെ പദവിയിലേക്ക് ഉയർത്തി. അതുപോലെ തന്നെ അലിയായി പോയതാണ് അഭിപ്രായക്കാരൻ അവരെ കൂടുതൽ. അപ്പൊ അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിനെ ആ ദൈവീക പദവിയിലേക്ക് ഉയർത്തി എന്നതുകൊണ്ട് അവരോട് യുദ്ധം ചെയ്യുകയും അവരെ ചുട്ടുകരിക്കുകയും ചെയ്ത അലി റളിയല്ലാഹു അൻഹുവും അവിടെ കദാലിക അല്ലദീന ഹറഖഹും അലിയു, അലി ആരെ ചുട്ടുകരിച്ചുവോ ആ ആളുകൾ അവരും ആരാണ്? മുസ്ലിങ്ങളാണ്, ലാലാലുകൾ അംഗീകരിച്ചവരാണ്, മുഹമ്മദ് റസൂൽ അംഗീകരിച്ചവരാണ്, ഇസ്ലാമിന്റെ മറ്റ് അർക്കാനുകൾ അംഗീകരിച്ചവരാണ്, ഇതൊക്കെ അംഗീകരിച്ചവരാണ്. അത് അംഗീകരിച്ചതോടൊപ്പം അവരെന്തായി? കാഫറായി. അപ്പൊ അതാണ് ഇതിലുള്ള മറുപടി. ലായലായെന്ന് പറഞ്ഞതുകൊണ്ട് ഒരുത്തൻ എന്താവൂല? മുസ്ലിം ആവുകയില്ല. ലായലായെന്ന് പറഞ്ഞ ഒരുത്തൻ പിന്നൊരിക്കലും എന്ത് ചെയ്താലും കാഫറാകാതിരിക്കുകയുമില്ല. അത് മറ്റേ ഷുറൂത്ത് ലായലായുള്ള നമ്മൾ പഠിക്കേണ്ടത്. ബാക്കി മറ്റു ക്ലാസ്സിലാക്കി ഇൻഷാ അല്ലാഹ്. സുബ്ഹാനക്കല്ലാഹു വബിഹംദിഹി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു